ഒരുപാട് ആളുകളുടെ കൈകളിലൂടെയാണ്, സച്ചരിതരായ പണ്ഡിതരുടെ സ്വാലിഹീങ്ങളുടെ കൈകളിലൂടെയാണ്. അതിനിടക്ക് കയറിക്കൂടുന്ന ഏതെങ്കിലും സ്വാലിഹീങ്ങളുടെ കൂട്ടത്തിൽ എന്നാൽ അത്രയങ്ങ് വിശ്വസിക്കാൻ പറ്റാത്തവരാണെങ്കിൽ അത്തരം ആളുകളെ ശരിക്ക് കീറിമുറിച്ച് അവരുടെ വ്യക്തിത്വം എന്തായിരുന്നുവെന്ന് തുറന്നു കാണിക്കുന്ന ഒരു രീതിയുണ്ട് ഹദീസ് പണ്ഡിതന്മാർക്ക്. അതിനാണ് ഇൽമുൽ ജർഹി വത്തഅദീൽ എന്ന് പറയാം. ഇന്നയാള് ഇഖ്തലത അലൈഹിൽ അംർ, അയാൾക്ക് പിന്നെ ഓർമ്മക്കുറവുണ്ടായിട്ടുണ്ട് ഫോർ എക്സാമ്പിൾ, അല്ലെങ്കിൽ അദ്ദേഹത്തിൽ നിന്നൊരു ഒരു കളവോ അല്ലെങ്കിൽ ഒരു അമാനത്തിന് ക്ഷതം വരുത്തുന്നതോ ഉണ്ടായിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ ചില ഹദീസ് റിവായത്ത് ചെയ്യുന്ന ആളുകളെ കുറിച്ച് ഹദീസ് പണ്ഡിതന്മാർക്ക് പറയേണ്ടി വരും. ആ ഒരു പേര് പറഞ്ഞ് ചില ആളുകളെയെങ്കിലും ഗീബത്ത് നമീമത്തുകൾ ജറഹ് തഅദീലിന്റെ വകുപ്പിൽപ്പെടുത്തി പറയുന്ന ആലിമീങ്ങളെയും ഞാൻ കണ്ടു എന്ന് അല്ലാമ ഇബ്നുൽ ജൗസി ഒരുപാട് കിതാബ് എഴുതിയ മോർ ദാൻ 1 മില്യൺ പേജസ്, 10 ലക്ഷം പേജുകളോളം ഗ്രന്ഥരചന നടത്തിയ മഹാപണ്ഡിതനാണ് അദ്ദേഹം. വാഇലായിരുന്നു, ഒരുപാട് രചനകളുണ്ട്, മുഅല്ലഫാത്തുകളുണ്ട്, ഒരുപാട് ആളുകൾ അദ്ദേഹത്തിന്റെ കൈകളാൽ ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട് എന്നൊക്കെ. പക്ഷേ 2 മഹാപണ്ഡിതന്മാരെ അദ്ദേഹം പരിചയപ്പെടുത്തുകയാണ്. ഒന്ന് മഹാനായ അബ്ദുൽ വഹാബുൽ അൻമാത്വി റഹ്മത്തുള്ളാഹി അലൈഹി. ഞാൻ അദ്ദേഹത്തിന്റെ സദസ്സിൽ പോയിരുന്നു. ലം യുസ്മഅ ഫീ മജ്ലിസിഹി ഗീബ, മഹാനവറുകൾ ഒരാളെയും ചീത്ത പറയുന്നത് ഞാൻ കേട്ടിട്ടില്ല. അതുമാത്രമല്ല, ഹദീസ് പഠിപ്പിച്ചു കൊടുക്കുന്നതിന് എനിക്ക് വേതനം വേണം, പൈസ വേണം എന്ന് അദ്ദേഹം ചോദിച്ചിരുന്നില്ല. ഞാൻ അദ്ദേഹത്തിന് ഇൽമുൽ റഖായിഖ്, ഹൃദയം ലോലമാകുന്ന അല്ലാഹുവിലേക്ക് മനുഷ്യനടുപ്പിക്കുന്ന മഅരിഫത്തിന്റെ വചനങ്ങൾ ഓതിക്കൊടുത്താൽ ബക്കാ വത്തസല ബുകാഉഹു, അദ്ദേഹം ഇടതടവില്ലാതെ പൊട്ടിക്കരയുമായിരുന്നു. ഞാനന്ന് ചെറിയ കുട്ടിയാണ്. മഹാനായ ഈ അബ്ദുൽ വഹാബുൽ അൻമാത്വി റഹിമഹുല്ലാഹ് അല്ലാഹുവിനെ സംബന്ധിച്ച് പറയപ്പെടുമ്പോൾ പൊട്ടിക്കരയുന്ന കരച്ചിൽ കേട്ട് എൻ്റെ മനസ്സിന് എനിക്ക് വലിയ സ്വാധീനമുണ്ടായിട്ടുണ്ട് എന്ന് മഹാനായ ഇബ്നുൽ ജൗസി തൻ്റെ അനുഭവം പറയാൻ. എനിക്ക് പരിചയപ്പെട്ടവരിൽ അത്ഭുതപ്പെടുത്തിയ ആളാണിത്. പിന്നെ മഹാനായ മറ്റൊരു പണ്ഡിതനാണ് ഞാൻ കണ്ടുമുട്ടിയ അബൂ ജഅഫറുൽ ജവാലിഖി റഹ്മത്തുള്ളാഹി അലൈഹി. അദ്ദേഹത്തെയും ഞാൻ കണ്ടുമുട്ടുമ്പോൾ കസീറ സുംസ് ശദീദ തഹരി, ഒന്നും ചാടിയെടുത്ത് പറയൂല, ഒരുപാട് മൗനം ദീക്ഷിക്കുന്ന പണ്ഡിതനായിരുന്നു മഹാനായ അല്ലാമ അൽ ജവാലിഖി റഹ്മഹുല്ലാഹ്. ഏതെങ്കിലും മസ്അലയെ സംബന്ധിച്ച് ചോദിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ശിഷ്യന്മാർ ചാടിക്കൊടഞ്ഞ് മറുപടി പറയാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ പോലും മഹാനവറുകൾ ഫയതവഖഫു ഫീഹാ ഹത്താ യതയഖൻ, ആ വിഷയം ഉറപ്പിച്ച് മനസ്സിലാക്കിയതിന്റെ ശേഷമേ മറുപടി പറയുമായിരുന്നു. കാന കസീറ സൗമി കസീറ സുംസ്, ഒരുപാട് മൗനവും ഒരുപാട് നോമ്പും ഉണ്ടായിരുന്ന മഹാനായിരുന്നു. ഈ 2 മഹാന്മാരെ എനിക്ക് പരിചയപ്പെട്ടതിൽ പിന്നാലെയാണ് ഞാൻ അല്ലാഹുവിനെ കുറിച്ച് അറിഞ്ഞത്. എൻ്റെ മനസ്സിൽ സ്വാധീനിച്ച 2 പണ്ഡിതന്മാർ അബൂ മൻസൂറുൽ ജവാലിഖി റഹ്മഹുല്ലാഹ്, മഹാനായ അബ്ദുൽ വഹാബുൽ അൻമാത്വി റഹ്മഹുല്ലാഹ്. ഈ 2 പണ്ഡിതന്മാരെ അദ്ദേഹം എടുത്തു പറയാൻ. അതിനർത്ഥം ബാക്കിയുള്ളവർ മോശക്കാരാണ് എന്നല്ല. മനസ്സുകളെ സ്വാധീനിക്കുക എന്നത് ഒരു വലിയ വിഷയമാണ്. അറിവ് കേൾക്കാൻ സാഹചര്യങ്ങൾ ഒരുപാടുള്ള കാലമാണിത്. പക്ഷേ ആ അറിവ് നമ്മളെ സ്വാധീനിക്കുക എന്നത് മറ്റൊരു വശമാണ്. കേട്ടെത്രയോ അറിവ് നമുക്കുണ്ടായിരിക്കാം. ഇപ്പോൾ വാട്സപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ അങ്ങനെ ഒരുപാട് എഴുത്തുകൾ, ഒരുപാട് പ്രഭാഷകർ, ഒരുപാട് ലേഖനങ്ങൾ, ഇതൊക്കെ നമുക്ക് വായിക്കാനൊക്കെ പറ്റിയേക്കാം. പക്ഷേ അതിലെത്രത്തോളം നമ്മൾക്ക് സ്വാധീനം ചെലുത്തുന്നുണ്ട് എന്നത് വലിയൊരു വിഷയമാണ്. ഹദീസ് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 7 ആകാശ ലോകങ്ങൾക്കപ്പുറത്ത് സൃഷ്ടികൾക്കതീതനായ ഖാലിഖുൽ വറ, സൃഷ്ടികളുടെ മുഴുവൻ സൃഷ്ടാവായ അല്ലാഹു ജല്ല ജലാലുവിൻ്റെ വഹയുകൾ ഭൂമിയിലേക്ക്, മനുഷ്യരിലേക്ക്, ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കാൻ അല്ലാഹു തീരുമാനിച്ച മുഴുവനും വമാ ഹുവ അലൽ ഗൈബി ബിളനീൻ വമാ ഹുവ ബിഖൗലി ശൈത്വാനിർ റജീം ഫഅയ്ന തദ്ഹബൂൻ. എൻ്റെ വിശുദ്ധരായ നബി നിങ്ങൾക്ക് പഠിപ്പിച്ചു തരുന്ന അറിവുകൾ അല്ലാഹു ജിബ്രീൽ അലൈഹിസ്സലാമിലൂടെ പുണ്യ നബിക്ക് അറിയിച്ചു കൊടുത്ത സത്യസന്ധമായ വചനങ്ങൾ തന്നെ. ذي قوة عند ذي العرش مكين
മുതാഇൻ ثم അമീൻ വമാ സാഹിബുകും ബിമജ്നൂൻ വലഖദ് റആഹു ബിൽഉഫുഖിൽ മുബീൻ. ജിബ്രീൽ അലൈഹിസ്സലാം എന്ന മാലാഖയാണ് എൻ്റെ പ്രവാചകരുടെ ഹൃദയത്തിലേക്ക് ഈ വചനങ്ങളുമായി അവതരിച്ചത്. ഇന്നേ വരെ മനുഷ്യൻ്റെ സർവമാന കണക്കുകൂട്ടലുകളെയും മറികടന്ന് ചിന്തകളെപ്പോലും കോരിത്തരിപ്പിച്ച് അത്ഭുതങ്ങളുടെ അത്ഭുതമായി നിലനിൽക്കുന്ന ഖുർആനിൻ്റെ വചനങ്ങളിലും ആശയങ്ങളിലും വരികളിലും അക്ഷരങ്ങളിലും കിടക്കുന്ന അത്ഭുതങ്ങൾ പറഞ്ഞോ പഠിച്ചോ തീരാൻ ഒരിക്കലും സാധ്യതയില്ലാത്ത എന്ന് നബിതങ്ങൾ പറഞ്ഞ അജായിബുഹു ലാ തൻഖദി, വിശുദ്ധമായ ഖുർആനും പുണ്യനബിതങ്ങളുടെ വാക്കുകളും നമ്മുടെ ഹൃദയങ്ങളിലേക്ക് എത്രയാണ് സ്വാധീനിക്കുന്നത്. അതൊരു വലിയ വിഷയമാണ്. ഒരായത്ത് ഓതിക്കഴിഞ്ഞാൽ വമൻ യുതിഇർ റസൂല ഫഖദ് അത്വാഅ അല്ലാഹ്, പുണ്യ റസൂലിനെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേര് കേൾക്കുമ്പോൾ നിങ്ങൾ സ്വലാത്ത് ചെല്ലണേ. അവർക്ക് ചെല്ലണമെന്നില്ല, ചൊല്ലിക്കൊണ്ടിരിക്കാം. നബിതങ്ങളുമായി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബന്ധപ്പെട്ട ഏതൊക്കെ വാക്കുകളും എന്തൊക്കെ നമ്മൾ പറഞ്ഞാലും സ്വലാത്ത് ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കാം. അതൊരു ആത്മീയ ബന്ധമാണ്. മശായിഖന്മാരുമായി, ഉമ്മത്തിലെ ഔലിയാവുമായി, ഈ ഉമ്മത്തിലെ നമുക്ക് ഹിദായത്തിന് കാരണക്കാരായ മുഴുവൻ ആളുകളുമായി നമുക്ക് ആത്മീയ ബന്ധമുണ്ടെങ്കിൽ ആ ബന്ധങ്ങളുടെ മുരടാണ് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ബന്ധം നിലനിൽക്കുന്നത് സ്വലാത്ത് ചൊല്ലുന്ന ഒരു പാലത്തിലൂടെയാണ്. ഖൽബിൽ നിന്ന് ഖൽബിലേക്ക്, റൂഹിൽ നിന്ന് റൂഹിലേക്ക് പണിയുന്ന സ്നേഹത്തിൻ്റെ പാലത്തിലൂടെയാണ്. അതുകൊണ്ടാണ് ഏറ്റവും വലിയ പിശുക്കൻ എൻ്റെ മേൽ സ്വലാത്ത് ചൊല്ലാൻ മടിക്കുന്നവനാണ്. കാരണം അത്രമേൽ സൗഭാഗ്യം കിട്ടുന്ന ഒരു പണി എനിക്ക് വേണ്ടെന്ന് വെക്കുന്നവൻ എത്ര വലിയ നഷ്ടം സംഭവിച്ചവരാണ്. അൽ ബഖീലു മൻ ദുകിർതു ഇൻദഹു ഫലം യുസല്ലി അലൈഹി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആരനുസരിക്കുന്നുവോ ഫഖദ് അത്വാഅ അല്ലാഹ്, അവർ അല്ലാഹുവിനെയാണ് അനുസരിച്ചത്. വമൻ തവല്ല, ആർക്കെങ്കിലും തോന്നുകയാണ് വിശ്വാസം അത് എൻ്റെ സ്വാതന്ത്ര്യം, ഇസ്ലാം മതങ്ങളിൽ ഒരു മതം എന്നൊക്കെ ആർക്കെങ്കിലും തോന്നിയിട്ട് അള്ളാഹുവിൻ്റെ വചനങ്ങൾക്ക് ചെവി കൊടുക്കാതെ ആരെങ്കിലും പുറംതിരിഞ്ഞ് നടക്കുകയാണെങ്കിൽ ഫമാ അർസൽനാക അലൈഹിം ഹഫീളാ, നബിയെ അവരെ ആരെയും പിടിച്ചുകൊണ്ട് വരാനുള്ള ഉത്തരവാദിത്വം അങ്ങ് ഏൽപ്പിച്ചിട്ടില്ല നബിയെ, വേണ്ടാത്തവർ പൊയ്ക്കോട്ടെ. വയഖൂലൂന ത്വാഅ, അങ്ങ് പറയുന്നത് മുഴുവൻ ഞങ്ങൾ അനുസരിക്കുന്നവരാണ് എന്നവർ പറയുന്നുണ്ട് നബിയെ. ഫഇദാ ബറസൂ മിൻ ഇൻദിക ബയ്യത ത്വായിഫതും മിൻഹും ഗൈറല്ലദീ തഖൂൽ, അങ്ങയുടെ സദസ്സിലിരിക്കുമ്പോൾ ഞാൻ അനുസരിക്കാൻ ഒരുക്കമാണ്. എൻ്റെ ചിന്തകളും എൻ്റെ ആഗ്രഹങ്ങൾക്കും അതീതമാണ് അല്ലാഹുവിൻ്റെയും റസൂലിൻ്റെയും കൽപ്പനകൾ എന്ന് ബോധ്യപ്പെട്ടു കഴിയുന്ന ആളുകൾ ബയ്യത ത്വായിഫതും മിൻഹും ഗൈറല്ലദീ തഖൂൽ, അങ്ങയുടെ പരിശുദ്ധമായ ചുണ്ടുകളിലൂടെ വരുന്ന വാക്കുകളെ അനുസരിക്കാതെ അങ്ങ് പറയാത്തത് അങ്ങയുടെ മേൽ കെട്ടിവെക്കുകയും അങ്ങയുടെ വാക്കുകളെ ദുർവ്യാഖ്യാനം ചെയ്യുകയും ചെയ്യുന്നവർ നബിയെ അങ്ങയുടെ അനുയായികളാണെന്ന് പറഞ്ഞു നടക്കുന്നവരിലുണ്ട്. വല്ലാഹു യക്തുബു മാ യുബയ്യിതൂൻ, ആരാരും കാണാതെ ഇരുളിന്റെ മറവിൽ നിന്നുകൊണ്ട് അവർ ചെയ്യുന്നത് അല്ലാഹു രേഖപ്പെടുത്തുന്നുണ്ട് നബിയെ. ഫഅരിദു അൻഹും, അങ്ങ് മുഖം തിരിച്ചേക്കണം. വതവക്കൽ അലല്ലാഹ്, അല്ലാഹുവിനെ ഭരമേൽപ്പിക്കൂ നബിയെ. വകഫാ ബില്ലാഹി വകീല, ഭരമേൽപ്പിക്കപ്പെടാൻ ഏറ്റവും അർഹതയുള്ളത് അല്ലാഹു തന്നെയല്ലേ. അഫലാ യതദബ്ബറൂനൽ ഖുർആൻ, എൻ്റെ വചനങ്ങളായ ഖുർആനിനെ ആഴത്തിൽ എന്താണ് അവർ ചിന്തിക്കാത്തത്? തദബ്ബറ തഫഅല എന്ന വചനാണ്. അത് തഖല്ലുഫുണ്ട്, അധ്വാനിച്ചുകൊണ്ടും സമയമെടുത്തുകൊണ്ടുമാണ് ഖുർആൻ പഠിക്കുക. ഒരു ഓട്ടപ്പാച്ചിൽ ഖുർആൻ കൊണ്ട് കഴിയില്ല. അഫലാ യതദബ്ബറൂനൽ ഖുർആൻ, ശുദ്ധ ഖുർആനിനെ ഇരുന്ന് ആഴത്തിൽ ചിന്തിച്ചെന്താണ് അവർ പഠിക്കാത്തത്? ഒരു പരിഭാഷ വായിച്ചു പോയാൽ അത് കിട്ടില്ല, ഒരു തഫ്സീർ മാത്രം നോക്കിയാലും കിട്ടൂല. അത് ഓരോ മുഫസ്സിറുകൾക്കും ചില ദൗഖുകളുണ്ട്, ഇങ്ങനെ പോവാ. അവർക്ക് ചില അഭിരുചികളുണ്ട്. ഇമാം റാസി തങ്ങൾക്ക് ഫൽസഫയായിരിക്കും, ഫിലോസഫിയാണ് കൂടുതൽ കാണുക. ഇബ്നു കതീർ തങ്ങളിൽ താരീഖ് വരും, ഹദീത്ത് വരും. ഇമാം തബരി തങ്ങൾ ഹദീത്ത് കൊണ്ട് വ്യാഖ്യാനിക്കും, ഖുർത്തുബി തങ്ങൾ അഹ്കാം കൊണ്ട് വ്യാഖ്യാനിക്കും.
എന്നാൽ ചില ആളുകൾ ഖവാത്തിർ കൊണ്ട് ഖുർആനിനെ വ്യാഖ്യാനിക്കും. ഇതെല്ലാം ഒത്തുചേരുമ്പോഴാണ് അല്ലാഹുവിൻ്റെ വചനത്തിൻ്റെ പൊരുൾ നമ്മുടെ മുമ്പിൽ ഇങ്ങനെ തെളിഞ്ഞു വരിക. അഫലാ യതദബ്ബറൂനൽ ഖുർആൻ. അങ്ങനെ ഒരു ആഴമേറിയ പഠനം ഇൻഷാ അല്ലാഹ് നിഅമ ഫൗണ്ടേഷന്റെ ഈ സ്ഥാപനത്തിൽ ഇവിടെ നടക്കണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അത് ഭാരമേറിയ ഒരു പണിയാണ്. നമുക്ക് സാധ്യമല്ലെങ്കിൽ അത് ചെയ്യുന്നവരെ സഹായിക്കാനും സഹകരിക്കാനും നമുക്ക് സാധിക്കണം. അഫലാ യതദബ്ബറൂനൽ ഖുർആൻ വലൗ കാന മിൻ ഇൻദി ഗൈരില്ലാഹ് ലവജദൂ ഫീഹി ഇഖ്തിലാഫൻ കസീറാ. വിശുദ്ധ വചനങ്ങളായ ഖുർആൻ അള്ളാഹുവിൻ്റെ വാക്കുകളല്ലായിരുന്നുവെങ്കിൽ ആ ഖുർആനിൻ്റെ ഉള്ളിൽ എത്രയോ കോൺട്രഡിക്ഷൻസ് നിങ്ങൾക്ക് കാണാൻ കഴിയുമായിരുന്നു, വൈരുദ്ധ്യങ്ങൾ. എന്നാൽ ഒരു വൈരുദ്ധ്യം പോലും വിശുദ്ധ വചനങ്ങളിലില്ല എന്ന് നമ്മൾ തിരിച്ചറിയുന്നു. അല്ലാഹുവേ, നിന്റെ വചനങ്ങൾ ഈ ഭൂമി ലോകത്തേക്ക് തന്നില്ലായിരുന്നുവെങ്കിൽ ഭൂമിയിലെ മനുഷ്യർക്ക് ആകാശലോകവുമായി എത്തിപ്പിടിക്കാൻ എന്ത് വഴിയുണ്ടാകുമായിരുന്നു? ഭൂമി ലോകത്തുള്ള ആളുകൾക്ക് ആലമുൽ മലക്കൂത്തുമായി ബന്ധിക്കാൻ എന്ത് കയറാണ് പിന്നെയുള്ളത്? ഭൂമിയിലുള്ള ആളുകൾക്ക് ഉന്നതമായ ലോകങ്ങളിലെ മഹാത്മാക്കളുമായി സംവദിക്കാൻ വിശുദ്ധ വചനങ്ങളില്ലായിരുന്നുവെങ്കിൽ എന്താണ് നമ്മുടെ കയ്യിലുള്ള മീഡിയ പിന്നെ? അതുകൊണ്ട് അല്ലാഹുവിൻ്റെ വചനം ചെറുതല്ല. ഇതിനോളം ഒരിക്കലും പ്രാധാന്യത്തിൽ കുറവുമല്ല വിശുദ്ധ ഹദീസുകൾ. അതും അല്ലാഹുവിൻ്റെ വഹയാണ്. ആ ഹദീസുകളാണ് വിശുദ്ധ ഖുർആനിൻ്റെ വചനങ്ങളെ വ്യാഖ്യാനിച്ചു തരുന്നത്. നിസ്കരിക്കണം, നിസ്കാരം നിലനിർത്തണേ എന്ന് ഖുർആൻ പറയുമ്പോൾ എങ്ങനെയാണ് വുളൂ ചെയ്യേണ്ടത്? നിസ്കാരത്തിൻ്റെ സമയം ഏതൊക്കെയാണ്? റക്അത്തുകൾ എത്രയൊക്കെയാണ്? ഇത് പുണ്യ നബിയാണ് പഠിപ്പിച്ചു തരുന്നത്, ഖുർആനിൽ കാണൂല. വെള്ളമില്ലെങ്കിൽ തയമ്മം ചെയ്യണമെന്ന് ഖുർആൻ പറയുമ്പോൾ തയമ്മിൻ്റെ രീതി ഏതാണ്? അത് ഖുർആനിൻ്റെ വ്യാഖ്യാനം ഹദീസിലൂടെയാണ് ലഭിക്കുന്നത്. അതുകൊണ്ട് അല്ലാഹുവിൻ്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസുകൾ കേൾക്കുമ്പോൾ, സ്വഹീഹായ ഹദീസുകൾ, കൃത്യമായും പുണ്യനിബിതങ്ങളിൽ നിന്ന് നമുക്ക് വന്ന അറിവുകൾ, ഹബീബായ നിബിതങ്ങളിൽ നിന്ന് വരുന്ന ഹസനുകളും ദഈഫുകളുമായ ഹദീസുകളാണെങ്കിൽ പോലും തീർച്ചയായും ആ വചനങ്ങളെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത് എന്ന് ആലിമീങ്ങൾ പഠിപ്പിക്കുന്നു. ഒരു ദഈഫ് പോലും എടുത്തു കളയാനുള്ളതല്ല, മൗളൂആയ ഹദീസുകൾ എടുത്തു കളയാനുള്ളതാണ്. എന്നാൽ ദഈഫുകൾ പോലും അങ്ങനെയല്ല. ആ ദഈഫുകളുടെ മഅന സ്വഹീഹായിരിക്കാം, അതിൻ്റെ മേൽ അമലുണ്ടായിരിക്കാം. എത്രയോ മഅനകളാൽ ഖുവത്ത് ലഭിക്കുന്ന ഹദീസുകൾ പ്രത്യക്ഷത്തിൽ ദഈഫുകളായിരിക്കാം. പക്ഷേ പുണ്യനബി പറഞ്ഞത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ നബി തങ്ങളുടെ ഹദീസുകൾ പറയുമ്പോൾ മദീനയുടെ പച്ചക്കുബ്ബ മനസ്സിലേക്ക് വരാറുണ്ടോ? പുണ്യനബിയുടെ ഹദീസുകൾ പറയുമ്പോൾ മണലാരണ്യത്തിലൂടെ നടന്ന ഹിജ്റ പോയ പുണ്യനബിയെ നമ്മൾ ഓർക്കാറുണ്ടോ? ഹദീസുകൾ കേൾക്കുമ്പോൾ ആ ഹദീസുകളുടെ ജംഅ് ചെയ്ത ഹദീസുകളെ രേഖപ്പെടുത്തിയ സ്വഹാബിമാരുടെ ജാബിർ ഇബ്നു അബ്ദുല്ലാഹി അൽ അൻസ്വാരി തങ്ങളുടെ ത്യാഗം പോലെ, അബൂ ഹുറൈറ തങ്ങളുടെ, അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് തങ്ങളുടെ, അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് തങ്ങളുടെ, ഇമ്രാൻ ഇബ്നു ഹുസൈൻ തങ്ങളുടെ, ഇവരുടെയൊക്കെ അധ്വാനങ്ങൾ നമ്മൾ ഓർക്കാറുണ്ടോ? ഒരു ഹദീസ് കേൾക്കുമ്പോൾ അതിന് കൊടുക്കേണ്ട പ്രാധാന്യം നമ്മൾ നൽകാറുണ്ടോ? മാലിക്കി മദ്ഹബിന്റെ മഹാനായ പണ്ഡിതൻ, മഹാനായ മാലിക് ഇബ്നു അനസ് അൽ മദനി റഹ്മഹുല്ലാഹ്, മദീനക്കാരനായ, മദീനയിൽ വഫാത്താകാൻ ആഗ്രഹിക്കുകയും മദീന വിട്ട് മറ്റെവിടെയും പോകാതെ മദീനയിൽ തന്നെ വഫാത്തായ മാലിക്കി മദ്ഹബിന്റെ ഇമാമു ദാരിൽ ഹിജ്റ, ലാ യുഫ്താ വ മാലികും ഫിൽ മദീന എന്ന് പണ്ഡിത ലോകം അംഗീകരിച്ച മഹാനവറുകൾ, മഹാന്റെ ഹദീസിന്റെ റിവായത്തുകളിൽ കാണുന്ന വലിയൊരു പണ്ഡിതനുണ്ട്, സൂഫി വര്യനായ അയ്യൂബ് സഖ്തിയാനി റഹ്മത്തുള്ളാഹി അലൈഹി. അയ്യൂബ് സഖ്തിയാനിയുടെ ഹദീസ് എപ്പോഴാണ് ഇമാം മാലിക് എന്നവരെ രേഖപ്പെടുത്തിയത് എന്ന് മഹാൻ തന്നെ പറയുന്നുണ്ട്. എപ്പോഴാണ്? അയ്യൂബ് സഖ്തിയാനി ഞങ്ങൾ ഹദീസ് പറയുന്ന ആളാണ്, ഹദീസ് റിവായത്ത് ചെയ്യുന്ന ആളാണ്. പക്ഷേ ഹദീസ് പണ്ഡിതനായ ഇമാം മാലിക് എന്നവരുടെ ഹദീസ് സ്വീകരിക്കാനുള്ള ചില ക്രൈറ്റീരിയൻ മഹാനായ അയ്യൂബ് സഖ്തിയാനിയിൽ ഉണ്ടോ എന്ന് മഹാനായ മാലിക് തങ്ങൾ പരീക്ഷിച്ചത് ഇമാം മാലിക് തങ്ങൾ തന്നെ പറയുന്നുണ്ട്. ഹജ്ജതൈൻ, 2 തവണ ഹജ്ജിന് വന്നത് ഞാൻ ഓർക്കുന്നു അയ്യൂബ് സഖ്തിയാനി. പാറയിലേക്ക് നോക്കിയിട്ട് കൂടെ വന്ന ആൾക്കാരോട് ഈ മഹാൻ പറഞ്ഞൊരു വാക്കുണ്ട്, കറാമത്ത് എന്ന് കേട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ഇല്ല, ഞങ്ങൾക്കറിയില്ല. എന്നാൽ അങ്ങനെ ഒരു സംഭവമുണ്ട്. കൂടെ ഹജ്ജിന് വന്ന ആൾക്കാരോട് പറഞ്ഞു കൊടുക്കാം. അള്ളാഹുവിൻ്റെ ചില ആളുകൾക്ക് അള്ളാഹു അത് ചെയ്തു കൊടുക്കും. ഇന്ന് കാണണമെന്ന് ചോദിച്ചു. കാണണമെന്ന് പറഞ്ഞു. അപ്പോൾ പാറകളാണല്ലോ, മക്കയും മദീനയൊക്കെ പാറമലകളാണ്. നമ്മൾ ഇതേപോലത്തെ പച്ചപ്പൊന്നും ഉണ്ടാവില്ലല്ലോ.
ഒരു പാറയിലേക്ക് നോക്കിയിട്ട് നിങ്ങൾക്ക് വെള്ളം വേണ്ടേന്ന് ചോദിച്ചു. ആ വേണം. ആ പാറയുടെ ഒരു ചെറിയൊരു ദ്വാരത്തിലേക്ക് വിരൽ വെച്ച് അല്ലാഹുമ്മ സ്ഖിന, പടച്ചവനെ ഞങ്ങൾക്ക് വെള്ളം വേണം. വിരലെടുത്ത് വെള്ളം അണപൊട്ടി കൂടെയുള്ള മുഴുവൻ ആളുകളും കുടിച്ചു, ഒതു കൊടുത്തു. പോരെ, വെള്ളം കിട്ടിയില്ലേ? ആ വിരലങ്ങോട്ട് വെച്ചു, അതങ്ങ് ഓഫ് ചെയ്തു. എന്നിട്ട് പറഞ്ഞു, ഞാൻ മരിക്കണവരെ ഇത് ലോകത്തോട് പറയാൻ പാടില്ല. അങ്ങനെ ഹറമൊക്കെ നടന്നു പോയ ആളാണ് അയ്യൂബ് സഖ്തിയാനി തങ്ങൾ. എന്താണ് കറാമത്ത് എന്നിങ്ങനെ ലൈവ് കാണിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു, ഇത് മിണ്ടാൻ പാടില്ല എന്ന്. ഞാൻ മരിച്ചിട്ട് ഇങ്ങനെ വേണേൽ പറഞ്ഞോളൂ. മരിച്ചതിന് ശേഷം ലോകം ഇതറിയുന്നത് ഇങ്ങനെ സംഭവം നടന്നിട്ടുണ്ട്. ആ മഹാൻ്റെ ഹദീസ് ഇമാം മാലിക് എന്നവർ സ്വീകരിക്കാൻ ഇമാം മാലിക് എന്നവർ കാണിച്ച ശുഷ്കാന്തിയെക്കുറിച്ച് ഞാൻ സൂചിപ്പിക്കുകയാണ്. മാലിക് എന്ന് പറഞ്ഞു, ഹജ്ജിന് വന്നപ്പോൾ അയ്യൂബ് സഖ്തിയാനി വലിയ ഹദീസ് പണ്ഡിതനാണെന്ന് എനിക്കറിയാം. ഇതൊക്കെ താബിഈങ്ങളാണ്. അപ്പോൾ ഞാനിങ്ങനെ നോക്കുകയാണ്, താബിഈങ്ങളിൽ പെടുന്ന മഹാൻ. അപ്പോൾ ഞാനിങ്ങനെ നോക്കി അയ്യൂബ് സഖ്തിയാനിയെ. കുന്തു അർമുഖുഹു, ഞാൻ അങ്ങനെ ശരിക്കും നോക്കും മൂപ്പരെങ്ങനെയാണ്. അങ്ങനെ ഹജ്ജിൻ്റെ സമയം പരിശുദ്ധമായ അൽ മസ്ജിദുൽ ഹറാമിൽ പുണ്യനബിയുടെ ഹദീസിൻ്റെ സദസ്സുകളും തഫ്സീറിൻ്റെ ക്ലാസ്സുകളും ഓരോ സാരിയത്തിൻ്റെ തൂണിൻ്റെ അടുത്ത് വെച്ച് നടക്കുമ്പോൾ അയ്യൂബ് സഖ്തിയാനി ഇരിക്കുന്ന ആ ഒരു തൂണിൻ്റെ അരികത്ത് ഞാൻ ചെന്ന് നോക്കി. കുല്ലമാ ദുകിറ റസൂലുള്ളാഹ് അജ്ഹശ ബിൽ ബുകാ ഹത്താ റഹമഹ ഖാല റസൂലുള്ളാഹ്, പുണ്യ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ പറഞ്ഞു എന്ന് ഒരു ഹദീസ് പണ്ഡിതൻ ഹദീസ് പഠിപ്പിക്കാൻ വേണ്ടി ഖാല റസൂലുള്ളാഹ് എന്ന് പറഞ്ഞാൽ അജ്ഹശ ബിൽ ബുകാ, തേങ്ങി തേങ്ങി കരയും അയ്യൂബ് സഖ്തിയാനി തങ്ങൾ. കരഞ്ഞ് 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 എണീറ്റ് നിൽക്കാൻ പറ്റാത്ത വിധം കരയുമ്പോൾ പടച്ചവനെ, ഈ മനുഷ്യനെ നീ ഒന്ന് സഹായിക്കണേ എന്ന് മനസ്സിൻ്റെ ഉള്ളിൽ ഞാൻ പറഞ്ഞു പോകുമായിരുന്നു. കുല്ലമാ ദുകിറ റസൂലുള്ളാഹ്, അല്ലാഹുവിൻ്റെ ഹബീബിൻ്റെ പേര് കേൾക്കുമ്പോഴെല്ലാം പൊട്ടിക്കരയുന്നത് കണ്ടപ്പോഴാണ് കതബതു അൻഹു, അയ്യൂബ് സഖ്തിയാനിയിൽ നിന്ന് ഞാൻ ഹദീസ് രേഖപ്പെടുത്താൻ തുടങ്ങിയത്. വെറുതെ അങ്ങനെ പറഞ്ഞു പോകുന്നവരെ ഞാൻ എടുക്കണില്ല. അങ്ങനെ ആർക്കും പറയാലോ. ഇത് മനസ്സിലേക്ക് കടന്നിട്ടുണ്ടോ? ഹദീസ് പറയുമ്പോൾ പുണ്യനബി തങ്ങളുടെ മഹത്വം എത്രയാണെന്ന് ഹൃദയത്തിനുള്ളിലേക്ക് കടന്നു കയറിയിട്ടുണ്ടോ? ഇത് ബോധ്യപ്പെട്ടെങ്കിലേ ഞാൻ ഹദീസ് സ്വീകരിക്കൂ എന്ന് പറഞ്ഞ മാലിക്കി മദ്ഹബിന്റെ ഇമാം മാലിക് റളിയല്ലാഹു അൻഹു വുദു എടുക്കാതെ ഹദീസിന്റെ ക്ലാസ് തുടങ്ങുമായിരുന്നില്ല. വുദു എടുത്തിട്ടാ വന്നിരിക്കുക. അത്ര പുരട്ടും ഖിബലയിലേക്ക് തിരിഞ്ഞിരിക്കും. എന്തിനെന്നറിയോ? ആരുടെ വാക്കുകളാണ് ഈ പറയാൻ പോകുന്നത്? ഖാല അല്ലാഹു വഖാല റസൂലുള്ളാഹ്, അല്ലാഹു പറഞ്ഞു, പുണ്യ റസൂല് പറഞ്ഞു എന്ന് ഹദീസ് പറഞ്ഞു കൊടുക്കാൻ വുദു എടുക്കാതെ ഇമാം മാലിക് എന്നവർ വരാറില്ല. മസ്ജിദുൻ നബവിയിൽ ദർസ് നടത്തിയ മഹാനാണ് മാലിക് ബിൻ അനസ് റളിയല്ലാഹു അൻഹു. അങ്ങനെ ഹബീബായ നബി തങ്ങൾ ഫഇദാ ദുകിറ റസൂലുള്ളാഹ്, ഹബീബായ നബി തങ്ങൾ പറഞ്ഞു എന്ന് മഹാനവറുകൾ അങ്ങനെ പറഞ്ഞു തുടങ്ങുമ്പോഴേക്കും യതഗയ്യറു ലൗനുഹു വയൻഹനി, മഹാനവറുകൾ കുനിഞ്ഞു പോകും, നിറമാകെ മാറിപ്പോകും. മുമ്പിലിരിക്കുന്ന ശിഷ്യന്മാർക്ക് മഹാനെ കേൾക്കാൻ പ്രയാസമാകും. അപ്പോൾ ആളുകൾ ചോദിച്ചു, ഇമാം മാലിക് എന്നവരെ, എത്രയോ ആളുകൾ ഖാല റസൂലുള്ളാഹ് എന്ന് പറയുന്നില്ലേ, നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ വിഷമിക്കുന്നത്? മക്കളെ, ഞാൻ കണ്ട എൻ്റെ ഗുരുനാഥന്മാർ, എൻ്റെ മശായിഖന്മാർ, എൻ്റെ ഉസ്താദുമാർ, അവരിൽ നിന്നാണ് നിങ്ങൾ പഠിച്ചിരുന്നത് എങ്കിൽ ഈ ചോദ്യം നിങ്ങൾ എന്നോട് ചോദിക്കുമായിരുന്നില്ല. അവിടെയാണ് വിഷയം. എൻ്റെ ഗുരുനാഥന്മാർ മുഹമ്മദ് ബിൻ മുൻകദിർ റഹ്മത്തുള്ളാഹി അലൈഹി, മുസ്തജാബു ദഅവകളായ മഹാന്മാർ. മുഹമ്മദ് ബിൻ മുൻകദിർ റഹ്മത്തുള്ളാഹി അലൈഹി എൻ്റെ ഗുരുനാഥനാണ്. സയ്യിദുൽ ഖുറാ, പണ്ഡിതന്മാരുടെ നേതാവ് എന്നറിയപ്പെടുന്ന മഹാനാണ് മുഹമ്മദ് ബിൻ മുൻകദിർ തങ്ങൾ. മഹാനവറുകളോട് ഒരു ഹദീസ് ചോദിച്ചാൽ കരഞ്ഞുകൊണ്ട് കരഞ്ഞുകൊണ്ടേ പുണ്യ റസൂല് പറഞ്ഞു എന്ന് പറയുന്ന ഒരു ഹദീസ് പറയാൻ കഴിയുള്ളൂ. അങ്ങനെ പറയാം. നമ്മളൊക്കെ പെട്ടെന്ന് പറയും. عن أبي حفص عمر بن الخطاب رضي الله عنه أنه قال قال رسول الله صلى الله عليه وسلم إنما الأعمال بالنيات. صحيح بخاري ആദ്യത്തെ ഹദീസ്. നമ്മൾ പെട്ടെന്ന് അങ്ങ് ചൊല്ലിപ്പോവും അല്ലേ? ഹറ്റാനെങ്കിൽ മഹാനവറുകൾ ഒരു ഹദീസ് ചോദിച്ചാൽ കരഞ്ഞുകൊണ്ടേ മറുപടി പറയുമായിരുന്നു. മഹാനവറുകളെ കണ്ടിരുന്നെങ്കിൽ നിങ്ങൾ എന്നോട് ഈ ചോദ്യം ചോദിക്കുമായിരുന്നില്ല. എൻ്റെ ഗുരുനാഥനാണ് മഹാനായ ജഅഫർ ബിൻ മുഹമ്മദ് എന്നവർ. ഖാന കസീറ ദഅബ, നല്ല തമാശ പറയുന്ന ആളായിരുന്നു മഹാനവറുകൾ. ഫഇദാ ദുകിറൻ നബി, അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ പേര് അവിടെ പറയപ്പെട്ടാൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിസ്ഫറ ലൗനുഹു, നിറം മഞ്ഞയായി പോകുമായിരുന്നു മഹാനായ ജഅഫർ ബിൻ മുഹമ്മദ് എന്നവർ.
എൻ്റെ ഗുരുനാഥൻ ഈ മുഹമ്മദ് ബിൻ ജഅഫർ എന്നവരെ മഹാനവറുടെ കൂടെ ഞാൻ ഒരുപാട് കാലം ഇഖ്തലഫ്തു ഇലൈഹി സമാന, ഒരു തവണയോ രണ്ട് തവണയോ പോയി കണ്ട മഹാനല്ല, കാലങ്ങളോളം ഞാൻ ആ മഹാന്റെ കൂടെ ഉണ്ടായിരുന്നു. ഫമാ റഅയ്തുഹു ഇല്ലാ മുസല്ലിയൻ വഇമ്മാ സ്വാമിതൻ വഇമ്മാ ഖാരിഅൻ ലിൽ ഖുർആൻ. ഒന്നുകിൽ മഹാൻ മൗനിയായി ചിന്തിച്ചിരിക്കുന്നതാണ് കാണുന്നത്, അല്ലെങ്കിൽ നിസ്കരിക്കുന്നതാണ്, അല്ലെങ്കിൽ ഖുർആൻ ഓതുന്നത്. ഈ മൂന്നവസ്ഥയിലല്ലാതെ എൻ്റെ ഗുരുനാഥൻ ജഅഫർ ഇബ്നു മുഹമ്മദ് എന്നവരെ ഞാൻ കണ്ടില്ല. ആ മഹാനിൽ നിന്ന് പഠിച്ച ആളല്ലയോ ഞാൻ. എൻ്റെ ഗുരുനാഥിൽ നിന്ന് കിട്ടിയ പൈതൃകമാണ് ഹദീസ് ഓതുമ്പോൾ എൻ്റെ മനസ്സ് പിടച്ചു പോകുന്നത് എന്ന് മാലിക്കി മദ്ഹബിൻ്റെ ഇമാം മാലിക് ബിൻ അനസ് റഹ്മത്തുള്ളാഹി അലൈഹി. മദ്ഹബ് എന്ത് എന്ന് ചോദിക്കുന്ന വിവരമില്ലാത്ത ആളുകളെ, മദ്ഹബിൻ്റെ ഇമാമിയങ്ങളൊന്ന് പഠിക്കണം. അവർ ദീനാണ് പറയുന്നത്, അത് ഇസ്ലാമിൻ്റെ പുറത്തുള്ള കാര്യമല്ല. ഞാൻ മുസ്ലിമാണ്, ഞാൻ ഷാഫിയല്ല, എന്ത് വർത്താനാണ് പറയുന്നത്? ഹനഫി ആണെങ്കിലും ഷാഫി ആണെങ്കിലും ഹംബലി ആണെങ്കിലും മാലിക്കി ആണെങ്കിലും അവർ മുസ്ലിമു തന്നെ. കാരണം ഹബീബിനെ ഇങ്ങനെ മനസ്സിലാക്കിയ, പുണ്യ നബിയോട് ഇത്രമേൽ സ്നേഹമുണ്ടായി ഹബീബിൻ്റെ ഹദീസുകളെ ബഹ്സ് ചെയ്ത് റിസർച്ച് ചെയ്ത് ഉമ്മത്തിന് വലിയൊരു സമ്മാനം തന്നവരല്ലേ അവര്. അത് മനസ്സിലാക്കണ്ടയോ? എൻ്റെ ഗുരുനാഥനാണ് മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു ഖാസിം റഹ്മത്തുള്ളാഹി അലൈഹി. അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ ഹദീസ് പഠിപ്പിച്ച സ്വഹാബിയാണ്. മഹാനവറുകൾ ഹദീസിൻ്റെ ക്ലാസ് കഴിഞ്ഞാൽ പിന്നെ ശരീരത്തിലെ കഅന്നമാ നസിഫ മിനദ്ദം, ചോര മുഴുവനും വാർന്നൊലിച്ചു പോയ പോലെ മഞ്ഞളിക്കുമായിരുന്നു മഹാനവറുകൾ അബ്ദുറഹ്മാൻ ഇബ്നുൽ ഖാസിം റഹ്മത്തുള്ളാഹി അലൈഹി. വഖദ് ജഫ്ഫ ലിസാനുഹു, നാവിൻ്റെ വെള്ളം വറ്റിപ്പോകും. ഹൈബത്തൻ ലിറസൂലില്ലാഹ്, അല്ലാഹുവിൻ്റെ റസൂലിനോടുള്ള ബഹുമാനം കൊണ്ട് നാവിൽ വെള്ളം വറ്റിപ്പോകുന്നു. എൻ്റെ ഗുരുനാഥനാണ് അബ്ദുല്ലാഹിബ്നു സുബൈർ എന്നവർ. അസ്മാ ബീവിയുടെ മോൻ അബ്ദുല്ലാഹിബ്നു സുബൈർ എന്നവരുടെ മകൻ ആമിർ ഇബ്നു അബ്ദുല്ലാഹിബ്നു സുബൈർ ആരുടെ ഗുരുനാഥനാണ്? മാലിക് ഇമാമിൻ്റെ ഗുരുനാഥനാണ്, എൻ്റെ ഉസ്താദാണ്. ഫഇദാ ദുഖിറ ഇൻദഹു നബി, അല്ലാഹുവിൻ്റെ റസൂലിനെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറയപ്പെട്ടാൽ, പുണ്യനബി തങ്ങളെ പറയപ്പെട്ടാൽ, കണ്ണുകളിൽ പിന്നെ കണ്ണുനീര് ബാക്കിയുണ്ടാവാറില്ല. അവരെയൊക്കെ കണ്ടിട്ടാണ് മക്കളെ ഞാൻ, എൻ്റെ ഗുരുനാഥന്മാർ ഇങ്ങനെയായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയായി പോയത് എന്ന് തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞു കൊടുക്കുന്ന പണ്ഡിതൻ മാലിക് ഇബ്നു അനസ് റഹ്മത്തുള്ളാഹി അലൈഹി. മഹാനവറുകളുടെ അവസാനത്തെ ഗുരുനാഥനെ കൂടെ പറയുന്നു സഫ്വാൻ ഇബ്നു സുലൈം റഹ്മത്തുള്ളാഹി അലൈഹി. മഹാനവറുകൾ കാന മിനൽ മുതഅബ്ബിദീന അൽ മുജ്തഹിദീൻ, ഒരുപാട് ഇൽമിൽ ഇജ്തിഹാദുള്ള ഇബാദത്തുമുള്ള ഫഖീഹുമാണ്, ആബിദുമാണ്. അങ്ങനത്തെ മഹാനായ സഫ്വാൻ ഇബ്നു സുലൈം എന്നവർ ഹബീബായത് ഹബീദങ്ങൾ തങ്ങളുടെ പേര് എവിടെയെങ്കിലും പറയപ്പെട്ടാൽ ബക്കാ, കരഞ്ഞ് 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 മുമ്പിൽ വന്നിരിക്കുന്ന ആളുകൾ എഴുന്നേറ്റ് പോകുമായിരുന്നു മഹാന്റെ കരച്ചിൽ കണ്ടിട്ട്. യാ അല്ലാ, ഇമാം സുഹരിയെ ഞാൻ കണ്ടു. സുഹരി ഇമാമിൽ നിന്ന് ഞാൻ ഹദീസ് പഠിച്ചിട്ടുണ്ട്. കാനമിൻ അഹ്ന ഇന്നാസി വഅഖറബിഹിം, ജനങ്ങളോട് തമാശയിൽ ഇടപെട്ട് തോളിൽ പിടിച്ച് സംസാരിക്കുന്ന ആളാണ്. പക്ഷേ ഒരു ഹദീസിനെ കുറിച്ച് ഇമാം സുഹരി തങ്ങളോട്, ഇബ്നു ശിഹാബ് സുഹരി തങ്ങളോട് ചോദിച്ചാൽ കഅന്നഹു ലം യഅരിഫനാ വലം നഅരിഫുഹു, ഇമാം സുഹരിക്ക് ഞങ്ങളെയോ ഞങ്ങൾക്ക് ഇമാം സുഹരി തങ്ങളെയോ അറിയില്ലാത്ത പോലെ ഹദീസിലെങ്ങും ഒഴുകുമായിരുന്നു. ഇങ്ങനത്തെ പണ്ഡിതരിൽ നിന്നാണ് ഞാൻ ഹദീസ് പഠിച്ചത് എന്ന് മാലിക് ഇമാം. അതുകൊണ്ട് പണ്ഡിതന്മാരുടെ ലോകത്ത്, ആലിമീങ്ങളുടെ ലോകത്ത്, മുദരിസുമാരുടെ ലോകത്ത്, മുഅല്ലിമീങ്ങളുടെ ലോകത്ത് ഖുദ്വത്തുകൾ വേണം. അതാണ് നമുക്കിന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ആ മാതൃകയാണ് ശിഷ്യന്മാർ സ്വീകരിക്കുന്നത്. അലി റളിയല്ലാഹു അൻഹു ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളോട് പറഞ്ഞുവല്ലോ, യാ അമീറൽ മുഅ്മിനീൻ ലൗ റതഅത ലറതഉ ഇന്ന ഹൗലാഇ ലഉമനാ. ഖാദിസിയ യുദ്ധം കഴിഞ്ഞ് മഹാനായ സഅദ് ഇബ്നു അബി വഖാസ് റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിൽ ഇറാനിലെ പേർഷ്യയുടെ കൊട്ടാരത്തിന്റെ ഉള്ളിൽ നിന്ന് ആയിരക്കണക്കിന് മുത്തുകളും പവിഴങ്ങളുമുള്ള കാർപ്പറ്റ് മദീന മസ്ജിദിന്റെ മുമ്പിലേക്ക് നൂറുകണക്കിന് ഒട്ടകങ്ങളുടെ പുറത്ത് കഷ്ണം കഷ്ണമായി വെച്ച് ഗനീമത്ത് കൊണ്ടുവന്നപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹുവിനോട് സഅദ് എന്നവർ പറഞ്ഞു, അമീറുൽ മുഅ്മിനീൻ, ഈ കാർപ്പറ്റുകൾ എങ്ങനെയായിരുന്നു കിസ്റ രാജാവിൻ്റെ കൊട്ടാരത്തിലുണ്ടായിരുന്നത് എന്ന് ഞങ്ങളത് ഓരോ പീസും ചേർത്ത് വെച്ച് കാണിച്ചു തരട്ടെയോ? അങ്ങനെ മദീന പള്ളിയുടെ മുമ്പിൽ ആയിരക്കണക്കിന് മുത്തുകളുള്ള ഒരു മലർവാടി പൂത്തുലഞ്ഞു നിൽക്കുന്ന പോലെ ഏത് സീസണിലും
മലർവാടി നിൽക്കുന്ന പോലെ, പൂന്തോപ്പ് നിൽക്കുന്ന പോലെ നിൽക്കുമായിരുന്ന മുത്തുകളാൽ പവിഴങ്ങളാൽ അത്ഭുതം തീർത്ത ഒരു കാർപ്പറ്റ് മദീന പള്ളിയുടെ മുമ്പിൽ വന്ന് വിരിച്ചു കൊടുത്തപ്പോൾ അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അതിൻ്റെ ഇടയിലൂടെ അങ്ങനെ നടന്ന് പരിശോധിച്ച് നോക്കുകയാണ്. ഏതെങ്കിലും ഒരു മുത്ത്, ഏതെങ്കിലും ഒരു പവിഴം, ഏതെങ്കിലും ഒരു ഡയമണ്ടിൻ്റെ പീസ് ഇതിൽ നഷ്ടമായിട്ടുണ്ടോ? ഇത് ബൈത്തുൽ മാലാണ്, ഇത് മുസ്ലിമീങ്ങളുടെ പൊതു സ്വത്താണ്, അതിൽ നിന്ന് എന്തെങ്കിലും നഷ്ടമായിട്ടുണ്ടോ? നോക്കുമ്പോൾ ഒന്നുപോലും നഷ്ടമാവാതെ കൃത്യമായും അതിൽ ഒരു മുത്ത് കിട്ടിയാൽ ഒരാൾക്ക് വർഷങ്ങളോളം ജീവിക്കാൻ അത് മതിയാകുമായിരുന്നു. എന്നിട്ട് പോലും ഒരു സ്വഹാബിയും ഒന്നുപോലും എടുക്കാതെ കൊണ്ടുപോയി വെച്ചത് കണ്ടപ്പോൾ മിമ്പറിൽ കയറി അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആ സംഘത്തെ അഭിനന്ദിച്ചുകൊണ്ടൊരു ഖുത്ബ നടത്തിയിട്ടുണ്ട്. ആ ഖുത്ബയിൽ ഉമർ തങ്ങൾ പറഞ്ഞു, ഇന്നഹാ ഉലാ ലഉമനാ, ഈ ദൗത്യം ചെയ്ത മുഴുവൻ ആളുകളും സത്യസന്ധന്മാരാണ്. ഷഹാദത്തു മിൻ ഉമർ റളിയല്ലാഹു അൻഹു, ഉമർ തങ്ങളുടെ സാക്ഷിത്വമാണത്. ഇന്ന മിൻ ഉമ്മതി ലമുഹദ്ദിസീന വമുകല്ലമീൻ വഉമറു മിൻഹും, ആത്മീക ജ്ഞാനം അല്ലാഹുവിൽ നിന്ന് നേരിട്ട് സ്വീകരിക്കുന്ന ആളുകൾ എൻ്റെ ഉമ്മത്തികളിലുണ്ട്. അതിൽപ്പെട്ട ആളാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ആ പറഞ്ഞ വാക്കാണ് മഹ്സൂമുൻ ഫീ ഇന്ന ഹൗലാഇ ലഉമനാ, അല്ലാഹുവിൻ്റെ അടുത്തുള്ള സാക്ഷിത്വമാണത്. പറഞ്ഞ പിന്നെ റബ്ബിൻ്റെ അടുത്ത് അങ്ങനെയാണ് സ്വഹാബത്തിന് കിട്ടുന്ന ഏറ്റവും വലിയ അംഗീകാരം. ഈ ദൗത്യം നിർവഹിച്ച സഅദ് റളിയല്ലാഹു അൻഹുവിന്റെ സംഘം, സഅദ് ഇബ്നു അബീ വഖാസ് മുസ്തജാബു ദഅവ മൻ ലഹു അമ്മുൻ കഅമ്മി, എൻ്റെ പിതാവിൻ്റെ സഹോദരനെ പോലെ എന്ന നബി തങ്ങൾ എൻ്റെ അമ്മാവൻ എന്ന് തങ്ങൾ വിളിച്ചു സഅദ് എന്നവരെ. ഇർമി ഫിദാക് യാ സഅദ്, ഫിദാക അബീ വ ഉമ്മി യാ സഅദ്, സഅദേ എറിഞ്ഞോളൂ, എൻ്റെ ഉമ്മയും ഉപ്പയും അങ്ങേക്ക് ദണ്ഡമാണ്. അങ്ങനെ നബി ആരോടും പറഞ്ഞിട്ടില്ല സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ സഅദ് എന്നവരോടാ പറഞ്ഞത്. സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു അല്ലയോ അവരുടെ മാതൃക എന്ന് ഉമർ റളിയല്ലാഹു അൻഹുവിനോട് തിരിച്ചു മറുപടി പറയുന്ന അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ഉമ്മത്തിൽ മാതൃകാ പുരുഷന്മാരുടെ അനിവാര്യതയാണ് വിളിച്ചോതുന്നത്. അല്ലാഹു നമുക്ക് ഖുദ്വത്തുകളായ ആലിമീങ്ങളെ, സാദാത്തുക്കളെ, മശായിഖന്മാരെ കണ്ടെത്താനും അവരുടെ കൂടെ നിൽക്കാനും കൈപിടിക്കാനുമുള്ള ഭാഗ്യം അല്ലാഹു നൽകട്ടെ. മഹാനായ മുഈനുദ്ദീൻ ചിശ്തി അജ്മീരി തങ്ങളുടെ, മഹാനായ കണ്ണിയാല മൗല റഹ്മഹുള്ളയുടെ ഇവിടെ കാണ്ട് ദിവസങ്ങളാണ് ഈ പരിസരങ്ങളൊക്കെ. എത്രയോ ആളുകൾക്ക് ഖൽബിന്റെ ഉള്ളിലേക്ക് ഇൽമിന്റെ മഅരിഫത്തിന്റെ വെളിച്ചം എറിഞ്ഞു കൊടുക്കാൻ കഴിയുന്ന ആളുകൾ. യാ അല്ലാഹ്, ദുനിയാവിൽ ഖിയാമത്ത് നാൾ വരെ സ്വാലിഹീങ്ങളുണ്ട്, ഖിയാമത്ത് നാൾ വരെ ഔലിയാക്കന്മാരും അഖ്താബുകളുമുണ്ട്. പക്ഷെ കണ്ടെത്താൻ അള്ളാഹുവിനോട് ദ്വാരന്ന് ചോദിച്ചു വാങ്ങണമെന്ന് മാത്രം. പെട്ടെന്നൊരു നോട്ടത്തിലൊന്നും കിട്ടിക്കൊള്ളണമെന്നില്ല. അവരെ കണ്ടെത്താൻ കഴിയണം, അവരുടെ അരികത്തേക്ക് എത്താൻ കഴിയണം. അല്ലാഹുമ്മ ദുല്ലനി അലാ മൻ യദുല്ലുനി അലൈക് എന്ന് പ്രാർത്ഥിക്കണമെന്ന് മഹാന്മാർ പറയും. പടച്ചവനെ, നിന്നിലേക്ക് ആരാണോ എന്നെ കൈപിടിച്ചുയർത്തുന്നത്, നിന്നിലേക്ക് ആരാണോ എന്നെ കൈപിടിച്ച് വഴി നടത്തുന്നത്, ജീവിതത്തിൻ്റെ ലക്ഷ്യവും ഹൃദയത്തിൻ്റെ വെളിച്ചവും മനുഷ്യ ശരീരത്തിൻ്റെ ശ്വാസവും എല്ലാം തേടുന്ന ഒരേ ഒരു വസ്തുതയുണ്ട്. അതാണ് റഹ്മാനായ റബ്ബിൻ്റെ മുമ്പിലേക്ക്, അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള അറിവ്, പടച്ചവനിലേക്ക് അടുക്കാൻ കഴിയുക. ആ അറിവ് ലഭിച്ച ആളുകൾക്ക് എന്താണ് നഷ്ടമായത്? അള്ളാഹുവിനെ കിട്ടിയവർക്ക് എന്ത് നഷ്ടമാവുന്നത്? ഒന്നും നഷ്ടമായില്ലല്ലോ. സമ്പത്ത് മുഴുവനുണ്ട്, പക്ഷേ അള്ളാഹുവിനെ മനസ്സിലായിട്ടില്ല. എന്തേ അവർക്ക് കിട്ടിയത്? രണ്ടും ഒരു ചോദ്യമാണ്. പടച്ചവനെ കിട്ടിയവർക്ക് എന്ത് നഷ്ടമായി? നമ്മുടെ വീടും നമ്മുടെ പരിസരങ്ങളും മക്കളും എല്ലാം മരിച്ച് ഇല്ലാതെയായി പോയി. നമ്മുടെ അഅ്മാലുകൾ മാത്രം നമ്മുടെ മുമ്പിൽ ഉണ്ടാവുകയും അള്ളാഹുവിൻ്റെ മുമ്പിലേക്ക് കൈയും കെട്ടി നിന്ന് റബ്ബിൻ്റെ മുമ്പിൽ ചെന്ന് അള്ളാഹുവിനോട് സംസാരിക്കേണ്ടവരാണ് നമ്മൾ. മാ മിൻകും മിൻ അഹദിൻ ഇല്ലാ വയുകല്ലിമുഹു റബ്ബുഹു ലൈസ ബൈനഹു വബൈനഹു തർജുമാൻ. കൂടെയില്ലാതെ നിങ്ങൾ ഓരോരുത്തരോടും അള്ളാഹു നേരിട്ട് സംസാരിക്കുമെന്ന് പുണ്യനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മനുഷ്യർക്ക് ഒരാളോടെ ഒരു സമയത്ത് നേരിട്ട് സംസാരിക്കാൻ പറ്റൂ, അല്ലെങ്കിൽ ഒരു സംഘം ആളുകളോട്. പക്ഷേ ചോദ്യവും ഉത്തരവുമാണെങ്കിൽ ഒരാളോടെ ഒരു നേരം കഴിയൂ. അല്ലാഹു മുഖാലിഫുൻ ലിൽ ഹവാദിസ്, അള്ളാഹുവിന് കോടിക്കണക്കിന് ആളുകളോട് ഒരേ നേരം അങ്ങനെ സംസാരിക്കാൻ പറ്റും. നമുക്കത് പറ്റൂല. ഇല്ലാ വയുകല്ലിമുഹു റബ്ബു, തമ്പുരാന്റെ മുമ്പിൽ പോയി നിൽക്കുമ്പോൾ എന്തിനെ ജീവിച്ചത് എന്ന് ചോദിക്കുമ്പോൾ എന്ത് മറുപടി കൊടുക്കുമെന്ന് ഓർത്ത് വെച്ചോളിയും കേട്ടോ. ഓരോരുത്തരും ഓർത്തോളൂ. എന്തിന് ജീവിച്ചു എന്ന് ചോദിച്ചാൽ എന്താ മറുപടി കൊടുക്കാനുള്ളത്? എന്തിന് ജീവിച്ചു?
എന്തേ ലക്ഷ്യമായിരുന്നത്? വീടുണ്ടാക്കലോ, കുട്ടികളെ കെട്ടിക്കലോ, ഇങ്ങനെ നമ്മൾ ഭക്ഷണം കഴിച്ച് വലുതാവലോ, അങ്ങനെ പ്രായമായിട്ട് അങ്ങനെ മരിച്ചു പോകലോ? എന്ത് ലക്ഷ്യത്തിന് ജീവിച്ചു എന്ന് ചോദിക്കുമ്പോൾ മഹാനായ ഇബ്നു അബ്ബാസ് തങ്ങൾ പറയുന്നു, ചില ആളുകളുണ്ട് അവരുടെ മുഖത്ത് നിന്നും കവിളിൽ നിന്നും അള്ളാഹുവിൻ്റെ മുമ്പിലേക്കാണ് ഞാൻ പോകുന്നത് എന്ന് ജീവൻ കിട്ടി, ശരീരം കിട്ടി, അള്ളാഹു പുനർജന്മം നൽകുമ്പോൾ പേടിച്ചിട്ട് മുഖത്തെ ഇറച്ചി താഴേക്ക് ഉച്ചിറ്റ് വീഴുന്നവരുണ്ട് പേടിച്ചുകൊണ്ട്. ചില ആളുകൾ ധൈര്യത്തോടെ റബ്ബിൻ്റെ മുമ്പിലേക്ക് ചെന്ന്, എന്താണ് എൻ്റെ അബിദേ നീ എനിക്ക് വേണ്ടി ചെയ്തത് എന്ന് ചോദിക്കുമ്പോൾ, റബ്ബേ നീ പറഞ്ഞത് ഖാലല്ലാഹു വഖാല റസൂലുള്ളാഹ്, ഇത് നെഞ്ചിലേറ്റ് ജീവിച്ചവനാണ് റബ്ബേ ഞാൻ ഒരേ ഒരു പ്രതീക്ഷയിലാണ് ഇവിടെ വന്നത്, റഹ്മത്തുക യാ റബ്ബ്, അല്ലാഹുവേ നിന്റെ കാരുണ്യം, നിന്റെ കരുണയാണ് എനിക്ക് വേണ്ടത് എന്ന് പറയുമ്പോൾ, ഫബിഇസ്സതി വജലാലി അദ്ഖൽതുകൽ ജന്നത ബിറഹ്മതി, എൻ്റെ ജലാലിനെ തന്നെയാണ് സത്യം, എൻ്റെ കമാലിനെ തന്നെയാണ് സത്യം, എൻ്റെ സ്വർഗത്തേക്ക് എൻ്റെ റഹ്മത്തിലൂടെ, എൻ്റെ റഹ്മത്ത് കൊണ്ട് നീ പൊയ്ക്കോ എന്ന് അള്ളാഹു മറുപടി കൊടുക്കുന്ന ആളുകളുമുണ്ടത്രേ. അവിടെയാണ് നമ്മൾ പെടേണ്ടത്. അള്ളാഹുവേ തൗഫീഖ് നൽകണേ തമ്പുരാനെ, തൗഫീഖ് നൽകണേ റബ്ബേ. അതുകൊണ്ടാണ് ഹദീസുകളെ, അത് പണ്ഡിതന്മാർ, മുതഅല്ലിമീങ്ങൾ, ദീനീ സ്ഥാപനങ്ങൾ, ദീനീ സംഘടനകൾ, അവകളെയൊക്കെ ബന്ധപ്പെടുമ്പോൾ, അവയുമായി ഇടപഴകുമ്പോൾ തീർത്തും ഏറ്റവും അത്യുന്നതമായ ബഹുമാനം കലർന്നുകൊണ്ടുള്ള ഇടപെടലുകളെ ചെയ്യാൻ പാടുള്ളൂ എന്ന് പറയുന്നത് ഇത് ചെറിയ വിഷയമല്ല. ഇമാം ഷാഫിഈ തങ്ങളുടെ മുസ്നദുണ്ട്. അഖബറനി അബൂ ഹനീഫ ഇബ്നു സമ്മാഖ് حدثني ابن أبي ذئب عن المقبري عن أبي شريح رضي الله عنهم ورحمهم الله جميعا أن النبي صلى الله عليه وسلم قال പുണ്യ നബി തങ്ങൾ പറഞ്ഞു, മൻ ഖുതിൽ ഖിവദ്, രണ്ട് ഓപ്ഷൻ അയാളുടെ മുമ്പിലുണ്ട്. കൊല്ലപ്പെട്ട ആളിൻ്റെ ബന്ധുക്കൾക്ക് ഒന്നുകിൽ കൊന്നയാളെ തിരിച്ചു കൊല്ലണം, ഖിസാസ് വേണമെന്ന് പറയാം, അതല്ലെങ്കിൽ ഞങ്ങൾക്കതിന് മോചനദ്രവ്യം കിട്ടിയാൽ മതി. അന്നൊക്കെ ഒരാൾക്ക് 100 ഒട്ടകമാണ് പകരം കൊടുക്കുക, ഞങ്ങൾക്കത് മതി എന്ന് പറഞ്ഞാൽ കൊണ്ടുപോവാ, ഞങ്ങൾക്ക് ഒട്ടകമൊന്നും വേണ്ട, ഞങ്ങളെ വാപ്പയെ കൊന്ന അല്ലെങ്കിൽ ഞങ്ങളുടെ ആങ്ങളെ കൊന്ന ആളെ തിരിച്ചു കൊല്ലപ്പെടണമെന്ന് കോടതിയോട് പറയാം, ഹക്കിമിനോട് പറയാം. ഇങ്ങനെ 2 ചോയ്സ് ഉണ്ട് എന്നാണ് ഹദീസിൻ്റെ അർത്ഥം. ഇത് പറഞ്ഞപ്പോൾ അബൂ ഹനീഫത്ത് ഇബ്നു സമ്മാഖ് എന്ന ശിഷ്യനാണ്, ഗുരുനാഥനായ ഇബ്നു അബി ദിഅ്ബ് തങ്ങളോട് ചോദിച്ചു, അതഖുദു ബിഹാദൽ ഹദീസ്, ഈ ഹദീസിന്റെ ആശയം, ആ പൊരുൾ തന്നെയാണോ നിങ്ങൾ എടുക്കുന്നത്, നിങ്ങൾ മനസ്സിലാക്കുന്നത്, ഇത് നിങ്ങൾ സ്വീകരിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. നമ്മൾ വിചാരിക്കുന്നത് നിസ്സാര ചോദ്യമല്ലേ എന്ന്. ഈ ഹദീസ് നിങ്ങൾക്ക് പൊരുത്തമാണോ, അല്ലെങ്കിൽ നിങ്ങൾ ഈ ഹദീസിന്റെ ആശയം എടുക്കുന്നുണ്ടോ? ഒരാൾ കൊല്ലപ്പെട്ടാൽ തൻ്റെ ആളിനെ കൊന്നവൻ തിരിച്ചു കൊല്ലപ്പെടണം എന്ന് തന്നെയല്ലേ ആളുകൾ വാശി പിടിക്കുക? അവിടെ പിന്നെ പൈസ വേണമെന്ന് ആരെങ്കിലും ചിന്തിക്കുമോ? ഇതൊക്കെ ആയിരിക്കാം ഇബ്നു സമ്മാഖ് എന്നവർ വിചാരിക്കുന്നത്. തൻ്റെ ഗുരുനാഥനോട് ഇബ്നു അബീ ദിഅ്ബ് തങ്ങളോട് നിങ്ങളത് അംഗീകരിക്കുന്നുണ്ടോ എന്ന് ഹദീസിനെ സംബന്ധിച്ച് ചോദിച്ചപ്പോൾ എൻ്റെ നെഞ്ചത്തടിച്ചുകൊണ്ട് ആർത്ത് നിലവിളിച്ചുകൊണ്ട് മഹാൻ ചീത്ത വിളിച്ചു ഈ ചോദിച്ച ചോദ്യകർത്താവിനെ, അബൂ ഹനീഫത്ത് ഇബ്നു സമ്മാഖിനെ. എന്നിട്ട് ചോദിച്ചു, ഉഹദ്ദിസുക അൻ റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു എന്ന് നിനക്ക് ഞാൻ ഹദീസ് പറഞ്ഞു തരുമ്പോ നീ എന്നോട് ചോദിക്കുകയാണല്ലേ, അതഖുദു ബിഹാദാ, ഇത് നിങ്ങൾക്ക് അഭിപ്രായം ഇങ്ങനെ തന്നെയാണോ എന്ന് മഹാനവറുകൾ ചോദിക്കുകയാണ്. ഉഹദ്ദിസുക അൻ റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ റസൂലിനെ പറ്റി പറയുമ്പോ അവിടെ ഇത് വേണോ വേണ്ടയോ എന്നൊരു ഓപ്ഷൻ പോലും നമുക്കില്ലല്ലോ. പുണ്യ നബി പറഞ്ഞത് തന്നെയല്ലേ നമുക്ക് പറയാനുള്ളൂ. വദാലികൽ ഫർളു അലൈ, അതെന്റെ ഫർളല്ലേ, എനിക്ക് നിർബന്ധമല്ലേ. വഅലാ കുല്ലി മൻ സമിഅ, കേൾക്കുന്ന മുഴുവൻ ആളുകൾക്കും ഹബീബിന്റെ ഹദീസിൽ നിന്ന് മറുത്തു പറയാനൊക്കുമോ? ഇന്നല്ലാഹ ഇഖ്താറ മുഹമ്മദൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിനൻ നാസ്, പുണ്യ നബിയെ അല്ലാഹു തിരഞ്ഞെടുത്തു ജനങ്ങളിൽ നിന്ന്. ഫഹദാഹും ബിഹി വഅലാ യദൈ, ആ ഹബീബിന്റെ കരങ്ങളാൽ അല്ലാഹു സന്മാർഗം തന്നു, നമുക്ക് നേരായ മാർഗം കാണിച്ചു തന്നു. അങ്ങനത്തെ ഹബീബായ നബി തങ്ങളെ അനുസരിക്കുകയല്ലാതെ ലാ മഖ്റജ ലി മുസ്ലിമിൻ മിൻ ദാലിക്, ഒരു മുസ്ലിമിന് ആ ചോദ്യം ചോദിക്കാൻ പറ്റുമോ? പുണ്യ നബി പറഞ്ഞു എന്നതിന് മറുത്തൊരു വാക്ക് പറ്റുമോ? ഗൗരവമേറിയ ചർച്ചകളാണത്. ഹബീബ് ഇങ്ങനെ പറഞ്ഞു, ഇതാണ് ശരീഅത്തിന്റെ മസ്അല എന്ന് പറഞ്ഞാൽ പിന്നെ മറുത്തൊരു ചോദ്യം അവിടെ പാടുള്ളതല്ല. ഒരു മുസ്ലിമിന്റെ ജീവിതം അതാണ് ഇസ്ലാം. ഇസ്ലാം എന്ന് പറഞ്ഞാൽ സമർപ്പിക്കുക. എന്തിന്? അള്ളാഹുവിനെ സമർപ്പിച്ചു. നമുക്ക് ബോധ്യപ്പെട്ടതും ബോധ്യപ്പെടാത്തതും ശരീഅത്തിന്റെ ഭാഗമാണോ? ഖലാസ്, ഞാൻ അതനുസരിച്ചിരിക്കുന്നു റബ്ബേ, എനിക്ക് കഴിയുന്ന വിധം ഞാൻ അതനുസരിച്ചിരിക്കും. ഇതാണ് അതിന് പറയേണ്ട ഉത്തരം.
അള്ളാഹു അവൻ്റെ വചനങ്ങളോട് അർഹമായ ബഹുമാനം കാണിക്കാനുള്ള ഭാഗ്യം, സൗഭാഗ്യം, തൗഫീഖ് നമുക്കൊക്കെ അള്ളാഹു നൽകട്ടെ എന്ന് ദുആയിരക്കുകയാണ്. നമ്മുടെ പരിപാടിയുടെ വിജയത്തിന് വേണ്ടി നിങ്ങളുടെ ഓരോരുത്തരുടെയും ഒരു ചെറിയ കോൺട്രിബ്യൂഷൻ നമ്മുടെ ബക്കറ്റുമായി നമ്മുടെ പ്രവർത്തകന്മാർ വരുന്നുണ്ട്. എല്ലാവരും ഒന്ന് സഹകരിക്കണം. അത് നമ്മുടെ ഈ ഇതുമായി ബന്ധപ്പെട്ട എല്ലാ ചെലവും നമ്മുടെ ഒരു സുഹൃത്ത് ഹാജിക്ക് ഏറ്റെടുത്തതാണ്. എന്നാലും ഇവിടെ അയ്യൂബ് സഖാഫി ഉസ്താദ് സൂചിപ്പിച്ച പോലെ എന്തെങ്കിലും ഒന്ന് നമുക്കും ചെയ്തു കൊടുക്കണ്ടേ നമ്മുടെ ഒരു സന്തോഷത്തിന്. അങ്ങനെയാണ് ഈ ബക്കറ്റ് സംവിധാനം ഏർപ്പെടുത്തിയത്. നമ്മളൊന്ന് എഴുന്നേറ്റ് നിന്ന് സ്വലാത്ത് ചൊല്ലി 3 സ്വലാത്ത് ചൊല്ലിയിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും, നമ്മുടെ ജസാക്കുമുല്ലാഹ് ഖൈർ. ഫാൻസൊക്കെ ഇട്ടവരാണെങ്കിൽ ഇരിക്കാനുള്ള സൗകര്യം, വണ്ടി പാർക്ക് ചെയ്യാനുള്ള സംവിധാനം, നമ്മുടെ ഡെഡിക്കേറ്റഡ് വോളണ്ടിയർമാർ, നിങ്ങൾ കുടിക്കാനുള്ള വെള്ളമടക്കം നിങ്ങൾക്കിവിടെ ഒരുക്കിയ ആതിഥ്യ മര്യാദ ഒരുക്കിയ ഒരു കമ്മിറ്റിയാണ് ഈ നിഅമ ഫൗണ്ടേഷൻ്റെ കമ്മിറ്റി. അത് അവർ ചെയ്ത വലിയൊരു ഖിദ്മയാണ്. അത് നിങ്ങൾ അതിഥികളായി വന്നതുകൊണ്ട് നിങ്ങളോട് ചെയ്തൊരു ഇക്റാമാണ്. അള്ളാഹു അതിനൊക്കെ വലിയ പ്രതിഫലം നൽകട്ടെ. പിന്നെ ഇവിടെ സൂചിപ്പിച്ച പോലെ ഇൽമു പഠിക്കുന്ന മുതഅല്ലിമീങ്ങളാണ് ഇതിൻ്റെ വളണ്ടിയർമാർ. അതുകൊണ്ട് അവരൊക്കെ വരുമ്പോഴാരും വെറുതെ ആക്കരുത്, എല്ലാവരും സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ടി കെ മുഹമ്മദ് ആജി, നമ്മുടെ ടി കെ ഉമർ എന്ന നമ്മുടെ സുഹൃത്തിൻ്റെ ഉപ്പയാണ്, വള്ളിക്കാപ്പറ്റ. അദ്ദേഹത്തിൻ്റെ ഉപ്പ മരണപ്പെട്ടവരാണ്. പ്രത്യേകം ദ്വാരക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അള്ളാഹു അവരുടെ പിതാവിൻ്റെ മഗ്ഫിറത്തും റഹ്മത്തും ചെയ്യട്ടെ. അവരുടെ ഖബർ ജീവിതം അള്ളാഹു സന്തോഷത്തിലാക്കി കൊടുക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ومن يطع الرسول فقد أطاع الله. പുണ്യ റസൂലിനെ ആരാണോ അനുസരിക്കുന്നത് അവർ തത്വത്തിൽ അള്ളാഹുവിനെയാണ് അനുസരിക്കുന്നത്. റസൂലുള്ളാഹി തങ്ങൾ അനുസരിക്കുന്നത് അള്ളാഹുവിനെ അനുസരിക്കുന്നതാണ്. മഹാനായ ഇബ്നു അബീ ശുറൈഹ്, ലോകം കണ്ട പ്രഗത്ഭനായ ഫഖീഹും പണ്ഡിതനുമായ ഇബ്നു അബീ ശുറൈഹ് തങ്ങൾ വഴിയിലൂടെ നടക്കുമ്പോൾ ഒരു മനുഷ്യൻ മലമുകളിൽ നിന്ന് ഇറങ്ങി വന്നു. ഒരു ബദുവായ വലിയ സംസ്കാരമൊന്നുമില്ലാത്ത ഒരാൾ. അയാളൊരു വിഷയം പറഞ്ഞു. വലിൽ ആഹിരി അൽ ഹജർ. ആരുടെ ഭാര്യയാണോ പ്രസവിക്കുന്നത്, ആ പ്രസവിക്കുന്ന കുഞ്ഞ് അവളുടെ ഭർത്താവിൻ്റെ കുഞ്ഞു തന്നെയാണ്. DNA ചെയ്താൽ അതായിക്കൊള്ളുന്നില്ല. പക്ഷേ അൽ വലദുലിൽ ഫിറാഷ്, ആ പെണ്ണിൻ്റെ കൂടെ കിടക്കാനുള്ള ഹലാലായ അവകാശം ആർക്കാണോ അള്ളാഹു നൽകിയത്, അയാളുടെ കസ്റ്റഡിയിൽ ഉണ്ടായിരിക്കെ ജനിക്കുന്ന കുഞ്ഞിൻ്റെ പിതൃത്വം ആ പെണ്ണിൻ്റെ ഭർത്താവിനാണ് ശർഇൽ. എന്നിട്ട് പറഞ്ഞു വലിൽ ആഹിരി അൽ ഹജർ. ആരാണോ വ്യഭിചാരം ചെയ്തത് അയാൾക്ക് കല്ലാണ് എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ എറിഞ്ഞു കൊല്ലപ്പെടുന്ന, ശിക്ഷ നൽകപ്പെടുന്ന ആൾക്ക് അത് നൽകപ്പെടും. അവനായിരിക്കാം ബയോളജിക്കലി ഈ കുഞ്ഞിൻ്റെ ഉപ്പ. പക്ഷേ വിവാഹിതയായൊരു പെണ്ണ് തൻ്റെ ഭർത്താവിൻ്റെ കൂടെ ജീവിച്ചു കൊണ്ടിരിക്കെ തൻ്റെ ഭർത്താവിൽ നിന്നല്ലാതെ ഗർഭം ധരിച്ച് ഹറാം സംഭവിച്ചു പോയാൽ പോലും ആ കുഞ്ഞിൻ്റെ പിതൃത്വം അവളുടെ ഭർത്താവിന് തന്നെയാണ്. ഇതാണ് ശർഇന്റെ നിയമം. അതുകൊണ്ടാണ് അൽ വലദുൽ ഫിറാഷ്, ആരുടേതാണോ വിരിപ്പ് അവരുടേതാണ് കുട്ടി. പക്ഷേ ആ വിരിപ്പിൽ വ്യഭിചാരം ചെയ്ത ആൾ ആരോ വലിൽ ആഹിരി അൽ ഹജർ, എറിഞ്ഞു കൊല്ലപ്പെടേണ്ട ആളാണെങ്കിൽ അയാൾക്ക് ശിക്ഷ നൽകപ്പെടും. പക്ഷേ പിതൃത്വം അയാൾക്കല്ല, ഭർത്താവിനാണ് പിതൃത്വം കൊടുക്കുക. ഈ നിയമം മഹാനായ അല്ലാമ ഇബ്നു അബീ ശുറൈഹ് ഈ കാട്ടർബിയായ മനുഷ്യനോട് പറഞ്ഞു. 6 മാസം ഗർഭം ചുമന്നപ്പോഴേക്കും എൻ്റെ പെണ്ണ് പ്രസവിച്ചു, അതെൻ്റെ കുട്ടിയാണോ എന്ന് സംശയം ചോദിച്ചപ്പോൾ ഹുവ വലദുക്, മഹാന്റെ മറുപടി ഇത് നിന്റെ കുട്ടി തന്നെയാണ്. അങ്ങനെ ശർഅ് തീരുമാനിക്കും, നിന്റെ കുട്ടിയാണ്, അത് നിന്റെ കുട്ടിയാണ്. സംഭവിക്കാൻ പാടില്ലാത്തതാണ് സംഭവിച്ചത് എന്നിരിക്കെ തന്നെ ഒരു കുടുംബത്തിൻ്റെ അന്തസ്സ് സൂക്ഷിക്കാനും സമൂഹത്തിൽ പ്രശ്നങ്ങൾ ഇല്ലാതെയാക്കാനും ആ കുട്ടിക്കൊരു പിതൃത്വവും സംരക്ഷണവും ലഭിക്കാനും ശർഅ് ചെയ്യുന്ന ഏറ്റവും വലിയ അത്ഭുതമാണിത്. കുഞ്ഞ് ഭാര്യയുടെ ഭർത്താവിൻ്റേതു തന്നെയാണ്. പക്ഷേ ആരാണോ വ്യഭിചരിച്ചത് അവന് കല്ലാണ്. വലിൽ ആഹിരി അൽ ഹജർ എന്ന ഹദീസ് വെച്ചുകൊണ്ടാണ് മഹാനായ അല്ലാമ ഇബ്നു അബീ ശുറൈഹ് തങ്ങൾ മസ്അല പറഞ്ഞു കൊടുക്കുന്നത്. ഖാല റസൂലുള്ളാഹ്, മഹാൻ ഹദീസ് ഓതി, അൽ വലദു ലിൽ ഫിറാഷ് വലിൽ ആഹിരി അൽ ഹജർ. ഇത് പറഞ്ഞപ്പോ അയാൾ വീണ്ടും ചോദിച്ചു, ഇതിപ്പോ എങ്ങനെ എൻ്റെ കുട്ടിയല്ലല്ലോ, ഇതെൻ്റെ കുഞ്ഞല്ലല്ലോ എന്ന് വീണ്ടും ചോദിച്ചു. സുബ്ഹാനല്ലാഹ്. ഒരു സംഭവം നമ്മൾ മുമ്പ് പല ക്ലാസ്സിൽ എവിടെയോ അനുസ്മരിച്ചിട്ടുണ്ട്. എന്നാലും ആ സന്ദർഭം വന്നതുകൊണ്ട് ഞാൻ ഇന്ന് ഓർത്തു പോവുകയാണ്. ഡമസ്കസിൽ, ഷാമിൽ അടുത്ത കാലത്ത് നടന്ന സംഭവം. മഹാനായ
ദുക്തൂർ നാബുലുസി അദ്ദേഹത്തിൻ്റെ ക്ലാസ്സിൽ അദ്ദേഹം തുറന്നു പറഞ്ഞൊരു സംഭവം, അദ്ദേഹത്തിൻ്റെ അനുഭവം എന്ന് പറഞ്ഞിട്ട് ഡമസ്കസിലെ ഒരു ജാമിഅ ദിമഷ്കിലെ ഇമാമിന് ഒരു സ്വപ്നദർശനമുണ്ടാകുന്ന പുണ്യ ഹബീബിൽ നിന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താ സ്വപ്നദർശനം? ബശ്ശിർ അഖാക്കൽ ബഖാല ബിൽ ജന്ന, നിൻ്റെ അയൽവക്കത്ത് പലചരക്ക് കച്ചവടം നടത്തുന്ന ആൾക്ക് സ്വർഗമുണ്ട് എന്ന് നിങ്ങൾ സന്തോഷ വാർത്ത അറിയിച്ചു കൊടുക്കണേ. ആർക്ക് കിട്ടിയ സ്വപ്നം? ജാമിഅ ദിമഷ്കിലെ പള്ളിയിലെ ജുമുഅത്ത് പള്ളിയിലെ ഇമാമിന്, ഏറ്റവും വലിയ പള്ളി, ഈസാ നബി അലൈഹിസ്സലാം ഖിയാമത്ത് നാളിൻ്റെ മുമ്പ് ഇറങ്ങി വരുന്ന പള്ളി എന്ന് നബി തങ്ങൾ പറഞ്ഞത് അവിടെയാണ്, അൽ മസ്ജിദുൽ അമവി. അപ്പോൾ ഇമാമിന് ഭയങ്കര അത്ഭുതമായി. പടച്ചോനെ, എനിക്ക് സ്വർഗമെന്ന് കിട്ടിയില്ല, ആ കച്ചവടക്കാരന് സ്വർഗമുണ്ട് എന്ന് പറയാൻ ആ നബി തങ്ങൾ എന്നോട് പറഞ്ഞു. റബ്ബേ, എന്തോ ഒരു നഷ്ടമായില്ല, എനിക്കുണ്ട് എന്ന് നബി തങ്ങൾക്ക് പറഞ്ഞിരുന്നെങ്കിൽ ഇതെന്താ ചെയ്യും? പക്ഷേ സത്യസന്ധമായ സ്വപ്നമാണ്. അർറുഇയ സ്വാദിഖ ജുസ്ഉം മിൻ നുബുവ, നുബുവത്തിൻ്റെ കഷ്ണങ്ങളിൽപ്പെട്ട, നുബുവത്തിൻ്റെ അംശങ്ങളിൽപ്പെട്ട ഒരു അംശമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ സുബ്ഹി നിസ്കാരത്തിന് ഈ ബക്കാലക്കാരൻ വന്നപ്പോൾ ഇമാം പറഞ്ഞു, എനിക്ക് ഒരു ബുഷ്റ, ഒരു സന്തോഷ വാർത്ത നിങ്ങളോട് പറയാനുണ്ട്. പക്ഷേ അതിനു മുമ്പ് എനിക്ക് നിങ്ങളോട് ചില ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട്, അതിന് നിങ്ങൾ സത്യസന്ധമായിട്ട് ഉത്തരം പറഞ്ഞു തരണം. എന്താ വിഷയം ചോദിക്കുന്നു പറഞ്ഞു. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ചെയ്ത ഏറ്റവും വലിയ നന്മ എന്തെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിലെന്ന് പറയണം. പറഞ്ഞു, നിങ്ങളത് പറഞ്ഞു തരും എന്ന വിശ്വാസത്തിൽ ഞാൻ നിങ്ങളോട് ഒരു സന്തോഷ വാർത്ത അറിയിക്കുകയാണ്. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വപ്നത്തിൽ വന്ന് എന്നോട് പറഞ്ഞു, നിൻ്റെ അടുത്തുള്ള അയൽപക്കത്ത് ജോലി ചെയ്യുന്ന ആ ഗ്രോസറിക്കാരനെ, ബക്കാല നടത്തുന്ന ആൾക്ക് സ്വർഗമുണ്ട് എന്ന് നബി പറഞ്ഞിരിക്കുന്നു. എനിക്ക് സ്വപ്നദർശനമുണ്ടായി. അപ്പോൾ ആ ചെറുപ്പക്കാരൻ കരയാൻ തുടങ്ങി. എന്നോട് ചോദിക്കരുത്, നിങ്ങളത് പറഞ്ഞു തരുന്ന ഉറപ്പിലല്ലേ ഞാൻ ഈ സന്തോഷം പറഞ്ഞു തന്നത്, അതുകൊണ്ട് നിങ്ങൾ പറയും. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ ഒരു സംഭവം? നമ്മുടെ ഈ പള്ളിയിൽ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഒരു പിഞ്ചു പൈതലിൻ്റെ കരച്ചിൽ കേട്ട് നിസ്കാരം കഴിഞ്ഞു പോകുമ്പോൾ ആളുകൾ തടിച്ചുകൂടിയ ഒരു സംഭവം ഓർമ്മയുണ്ടോ എന്ന് ചോദിച്ചു. ആ, ഓർമ്മയുണ്ട്. എൻ്റെ ഭാര്യ, ഞാൻ അവളെ കല്യാണം കഴിച്ചു. വിവാഹം ചെയ്തപ്പോൾ തന്നെ അവൾ ഗർഭിണിയായിരുന്നു എന്ന് പിന്നീട് എനിക്ക് ബോധ്യപ്പെട്ടു. ഏതാനും മാസങ്ങൾ കഴിഞ്ഞ് 6 മാസമോ 7 മാസമോ കഴിഞ്ഞപ്പോഴേക്കും അവൾക്ക് പൂർണ്ണ പ്രസവത്തിൻ്റെ സമയമായിരിക്കാം. എനിക്കറിയാം, അവൾക്കും അറിയാം അത് എൻ്റെ കുഞ്ഞല്ല എന്ന്. നിയമം എൻ്റെ കൂടെയാണ്, അവളുടെ വീട്ടുകാരും എൻ്റെ കൂടെയാണ്, നാട്ടുകാരും എൻ്റെ കൂടെയാണ്. എനിക്കവളെ തൊലാക്ക് ചൊല്ലി ഒഴിവാക്കാൻ പറ്റുമായിരുന്നു, അവളെ നാണം കെടുത്താൻ പറ്റുമായിരുന്നു, അപമാനിക്കാൻ പറ്റുമായിരുന്നു, അവളുടെ കുടുംബത്തിലേക്ക് തിരിച്ചു പറഞ്ഞയക്കാൻ പറ്റുമായിരുന്നു. പക്ഷേ ഞാനത് ചെയ്തില്ല. ഞാൻ അവളോട് പറഞ്ഞു, നീ ചെയ്തു പോയി തെറ്റിന് തൂബി ഇലല്ലാഹ്, അള്ളാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങിക്കോ. നീ തെറ്റ് ചെയ്തു, പക്ഷേ എനിക്ക് ഗർഭധാരണവും ഉണ്ടായി, അള്ളാഹുലേക്ക് തൗബ ചെയ്യും. അപ്പോൾ അവൾ പൊട്ടിക്കരഞ്ഞു. അത് സംഭവിച്ചു പോയി. ഞാനൊരിക്കലും ആ തെറ്റുദ്ദേശിച്ചതല്ല. അള്ളാഹു എനിക്ക് പുറത്തു തരണമെന്ന് നിങ്ങൾ എനിക്ക് വേണ്ടി ദ്വാരക്കണം. അപ്പോൾ ഞാൻ എൻ്റെ ഭാര്യയോട് പറഞ്ഞു, നീ പേടിക്കണ്ട, ഈ കുഞ്ഞിനെ ഞാൻ ഏറ്റെടുക്കും എൻ്റെ കുട്ടിയായിട്ട്. പക്ഷെ അതിന് ചെറിയൊരു ഹിക്മത്ത് ചെയ്യേണ്ടി വന്നു. അവൾ പ്രസവിച്ച അന്ന് ഉമ്മയോ വീട്ടുകാരോ അറിയാതെ വേറെ ഒരു വീട്ടിൽ കൊണ്ടുപോയാണ് അവളെ പാർപ്പിച്ചത്. ശറയിൽ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഭാര്യയെ സ്വന്തമായൊരു വീട്ടിൽ പാർപ്പിക്കാൻ പറ്റുന്നവർ സ്വന്തമായി തന്നെ ഒരു വീട്ടിൽ പാർപ്പിക്കണമെന്നുണ്ട്. അൽ ബൈത്തുൽ മുനാസിബ് ഒരു പെണ്ണിന് കൊടുക്കണമെന്ന് കർമ്മശാസ്ത്ര ചർച്ചയുണ്ട്. ആ പെണ്ണിനെ ഒറ്റയ്ക്ക് താമസിപ്പിച്ചത്, ഉമ്മൻ്റെ കൂടെയല്ല, വീട്ടുകാരുടെ കൂടെയല്ല. അവൾക്ക് ഈ പ്രസവത്തിൻ്റെ ആ ഒരു വിഷയങ്ങളൊന്നും വീട്ടുകാർ അത്രക്കങ്ങ് ശ്രദ്ധിച്ചില്ല. അവളെ പ്രസവിച്ചപ്പോൾ ആ പിഞ്ചു പൈതലിനെ എടുത്തിട്ട് ഞാൻ സുബഹി നിസ്കാരത്തിന് വന്നു ഈ പള്ളിയിൽ. അപ്പോൾ നിസ്കാരം ജമാഅത്ത് നടന്നുകൊണ്ടിരിക്കുക. ഇതേ ഇമാമാണ്, മഅ്മൂമീങ്ങൾ ഒരുപാട് പേരുണ്ട്. ഈ കരയുന്ന പിഞ്ചു പൈതലിനെ ഞാൻ എടുത്തുകൊണ്ട് നിസ്കാരം തുടങ്ങി, സുബഹി നിസ്കാരം ജമാഅത്ത് തുടങ്ങിയിരിക്കുകയാണ്. ഞാൻ ഈ കുട്ടിയെയും എടുത്തുകൊണ്ടുവന്ന് എൻ്റെ ഭാര്യ പ്രസവിച്ച എൻ്റേതല്ലാത്ത കുട്ടിയെ ഞാൻ കൊണ്ടുവന്നു. എന്നിട്ട് പള്ളിയുടെ ഏറ്റവും ഫ്രണ്ടിൽ വെച്ചു, മുമ്പിലല്ല, പള്ളിയിലേക്ക് കയറുന്നിടത്ത് മെയിൻ ഡോറിൻ്റെ അടുത്ത് കുട്ടീനെ വെച്ചിട്ട് ഞാൻ അങ്ങ് നിസ്കാരത്തിലേക്ക് ചെന്നു. ഞാൻ മസ്ബൂഖായിട്ട് നിസ്കാരത്തിലേക്ക് ചേർന്നു. നിസ്കാരം അപ്പോഴേക്കും കുറേ ആൾക്കാർ വരുന്നുണ്ട്, കുട്ടിയോടെ കിടക്കുന്നുണ്ട്, അത്രേ ശ്രദ്ധിച്ചുള്ളൂ. കരയുന്നുണ്ട്, നിസ്കാരം കഴിയട്ടെ എന്ന് എല്ലാവരും വിചാരിച്ചു. നിസ്കാരം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ എല്ലാവർക്കും അത്ഭുതം, ഇതേത് കുട്ടി, ഈ പിഞ്ചു പൈതൽ എങ്ങനെ പള്ളിയിലെത്തി, ഈ കുഞ്ഞിനെ ആരാണ് ഇവിടെ കൊണ്ടുവന്നത്? അപ്പം അറിയാത്ത പോലെ ഈ ചെറുപ്പക്കാരൻ അഭിനയിച്ചവിടെ നിന്നു.
തനിക്കും അറിയില്ല എന്ന പോലെ. അവസാനം ഈ കുട്ടിയെ ഏറ്റെടുക്കാൻ ആരുമില്ലേ? ആരും മിണ്ടുന്നില്ല, ഈ ചെറുപ്പക്കാരെല്ലാവരുടെ മുമ്പിലും. എന്നാൽ നിങ്ങളെ മുഴുവൻ സാക്ഷിയാക്കി അനാഥമായി ഈ കുട്ടിയെ ഞാൻ ഏറ്റെടുത്തിരിക്കുകയാണ്, എൻ്റെ കുട്ടിയായി ഞാൻ വളർത്തും. തൻ്റെ ഭാര്യ പ്രസവിച്ചതാണെന്ന് നാട്ടുകാരോട് പറഞ്ഞില്ല, ജനങ്ങളുടെ മുമ്പിൽ വെച്ച് ഇയാളെ ഏറ്റെടുത്ത് ഈ കുട്ടിയെ ഞാൻ വളർത്തുകയാണ്. ആ കുഞ്ഞിനെ ഞാൻ ഏറ്റെടുത്തു ഉസ്താദേ, ഇതെൻ്റെ ജീവിതത്തിൽ ഞാൻ ചെയ്ത ഒരു നന്മയായിട്ട് എനിക്ക് തോന്നുന്നു, അള്ളാഹു സ്വീകരിച്ചെങ്കിൽ. കാരണം ഒരു പെണ്ണിനെ പശ്ചാത്തപിക്കാൻ മനസ്സുണ്ടോ അവൾക്ക് മാപ്പ് ചെയ്തു കൊടുക്കണം. ഒരാണിനും തൗബ ചെയ്യാൻ അവസരമുണ്ടോ അതിന് അവസരം കൊടുക്കണം. നാറ്റിക്കല്ല വേണ്ടത്. തൗബ ചെയ്യാൻ അവസരം കൊടുത്തു, അള്ളാഹുവിൻ്റെ മുമ്പിലേക്ക് അവളെ കൊണ്ടുവന്നു. അവൾ നല്ല സ്വാലിഹത്തായി ജീവിച്ചു. ഈ പിഞ്ചു പൈതലിനെ സ്നേഹത്തോടെ രണ്ടുപേരും വളർത്തി, അവരുടെ മക്കളായിട്ട് വളർത്തി, അവരുടെ കുഞ്ഞായിട്ട് വളർത്തി. ഇതിൻ്റെ പേരിൽ ശഖറല്ലാഹു സഅയ, പുണ്യനബി തങ്ങളുടെ ഇടപെടൽ ഈ ഉമ്മത്തിൽ നടക്കുന്നുണ്ട് എന്നതിൻ്റെ വലിയൊരു അത്ഭുതമാണ് ഈ സംഭവം. അത് ഹബീബായ നിബിതങ്ങളാണ് സന്തോഷവാർത്ത അറിയിക്കാൻ പറഞ്ഞത് സല്ലല്ലാഹു അലൈഹി വസല്ലം. ദക്തൂർ നാബുലിസി അദ്ദേഹത്തിൻ്റെ എഴുത്തിലും അദ്ദേഹത്തിൻ്റെ ക്ലാസ്സിലൊക്കെ ഈ വിഷയം വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്. അൽ വലദു ലിൽ ഫിറാഷ്, ആരുടേതാണോ ആരുടെ കസ്റ്റഡിയിലാണോ ഭാര്യയുള്ളത്, ആരാണോ ഭർത്താവ്, ആ പെണ്ണ് പ്രസവിക്കുന്ന കുഞ്ഞ് ഈ ഭർത്താവിൻ്റെ കുഞ്ഞായിരിക്കും. ഭർത്താവിന് ഈ കുഞ്ഞിൻ്റെ വാപ്പയായിരിക്കും അയാൾ. സത്യത്തിൽ DNA ടെസ്റ്റ് ചെയ്ത വാപ്പയായിരിക്കില്ല എന്ന് ഉറപ്പാണ്. പക്ഷേ ശറഇൻ്റെ കാഴ്ചപ്പാടിൽ കുട്ടിയാണ്, വാപ്പയെ അനന്തരമെടുക്കും, ഉമ്മയാണ്, കുട്ടിക്ക് ഇത് ഉപ്പയാണ്. അത് ശറഇൻ്റെ നിയമം അങ്ങനെയാണ്. വലിൽ ആഹിരി അൽ ഹജർ. ഈ ഹദീത്ത് മഹാനായ അല്ലാമ ഇബ്നു അബി ശുറൈഹ് എന്നവര് തന്നോട് ചോദ്യം ചോദിച്ച അറാബിയോട് മറുപടി പറഞ്ഞപ്പോൾ ആ മനുഷ്യനത് സഹിച്ചില്ല. അയാൾ പറഞ്ഞു, അനല അഖൂലു ബിഹാദാ, ഇത് എനിക്ക് സ്വീകരിക്കാൻ പറ്റില്ല. 6 മാസം തികഞ്ഞ് പ്രസവിച്ച എൻ്റെ പെണ്ണിൻ്റെ കുഞ്ഞ് എൻ്റെ കുഞ്ഞായിട്ട് ഞാൻ സ്വീകരിക്കൂല. ഇതങ്ങ് പറഞ്ഞപ്പോൾ മഹാനായ ഇബ്നു അബി ശുറൈഹ് എന്നവര് ആത്മരോഷം പൂണ്ടുകൊണ്ട് പറഞ്ഞു, ഹാദൽ ഗസ്വ്, ഇവിടെ തന്നെയാണ് യുദ്ധം എന്ന് പറഞ്ഞ് സല്ല അൻ ഹുസൈഫ തൻ്റെ വാളെടുത്തിട്ട് ചോദിച്ചു, അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ ഹദീസും ശറഇൻ്റെ നിയമവും ഇതാണ് എന്ന് നിന്നോട് ഞാൻ പഠിപ്പിക്കുമ്പോൾ ഇത് എനിക്ക് പറ്റില്ല എന്ന് നീ പറയാൻ നീ ഇത്രക്ക് ധിക്കാരിയാണോ എന്ന് ചോദിച്ച് വാളെടുത്ത് വന്നപ്പോഴാണ് മഹാനായ ഇബ്നു അഹ്മദ് അൽ ബൽഖി തങ്ങളടക്കമുള്ള ആളുകൾ സദസ്സിലുണ്ട്. ഞങ്ങൾ എഴുന്നേറ്റ് ശൈഖിനെ പിടിച്ചു വെച്ചു. ഇബ്നു അബി ശുറൈഹ് തങ്ങളെ, ജാഹിലായ മനുഷ്യനാണ് ഇയാൾ, പറയേണ്ടത് എന്താണെന്ന് അറിയാത്ത ആളല്ലേ, അയാൾ ഈ പറഞ്ഞതിന് നിങ്ങൾ അയാളെ ഒന്നും ചെയ്തേക്കരുത് എന്ന് പറഞ്ഞ് അവിടെ സുൽഹുണ്ടാക്കി പിടിച്ചു വെച്ചു. ഇല്ലെങ്കിൽ മഹാനായ ഇബ്നു അബി ശുറൈഹ് എന്നവർ ആ മനുഷ്യനെ വേദനിപ്പിക്കുമായിരുന്നു. അല്ലാഹുവിൻ്റെ റസൂലിന്റെ ഹദീസ് പറയുമ്പോൾ എനിക്കത് ബാധകമല്ല എന്ന് പറയേ. ശറ അങ്ങനെയാണ്. ബുദ്ധിക്ക് സ്ഥാനമില്ല എന്നാണോ പറഞ്ഞതിനർത്ഥം? അല്ല. ഇസ്ലാമിനെ പഠിക്കുമ്പോൾ, ഹദീസ് പഠിക്കുമ്പോൾ, ഖുർആൻ പഠിക്കുമ്പോൾ, പുണ്യനബിയുടെ നുബുവത്തിനെ കുറിച്ച് പഠിക്കുമ്പോൾ ബുദ്ധി ഉപയോഗിക്കണം, ചരിത്രം പഠിക്കണം, അഖലും മൻചുക്കും ഉപയോഗിക്കണം. എന്നാൽ ഇത് അല്ലാഹുവിൻ്റെ റസൂലാണ്, അല്ലാഹുവിൻ്റെ കലാം, റബ്ബിൻ്റെ കലാമാണ് ഖുർആൻ എന്ന് ബോധ്യപ്പെട്ടു കഴിഞ്ഞാൽ സമഅൻ വതആ, പിന്നെ ആ വചനങ്ങളിൽ ചിന്തിക്കണം, ആ വചനങ്ങളെ നിരൂപിക്കുകയല്ല. സത്യമാണെന്ന് ബോധ്യപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ അവിടം സമർപ്പണമാണ്, തസ്ലീമാണ്. ഇതാണ് ഒരു മുസ്ലിമിന്റെ ജീവിതം. അല്ലാമ ഇബ്നു കസീർ തങ്ങൾ ഒരു സംഭവം ഉദ്ധരിക്കുന്നുണ്ട് അവിടെ തഫ്സീറിൽ. അൻ ഇബ്നു ജുറൈജ് ഹദ്ദസനാ ഹനാദ് വഅബൂ ഹിശാം അർ-റിഫാഇ ഹദ്ദസനാ വഖീ ഇബ്നുൽ ജറാഹ് അനിൽ മസ്ഊദി. മസ്ഊദിയിൽ നിന്ന് മഹാനായ വഖീ ഇബ്നുൽ ജറാഹ് ഷാഫി തങ്ങളുടെ ഉസ്താദാണ്. അവർ റിവായത്ത് കുറച്ചു കാലം നിർത്തിവെച്ചിരുന്നു. അദ്ദേഹത്തിന് മസ്ഊദി തങ്ങൾക്ക് ഒരു ബുദ്ധിക്ക് തകരാറ് വന്നൊരു സമയം ഉണ്ടായിരുന്നു. പക്ഷെ അതിൻ്റെ മുമ്പ് അവരുടെ ഹദീസ് സ്വീകരിച്ചിട്ടുണ്ട്. عن عبد الملك بن عمير عن قبيصة بن جابر خرجنا حجاجا. താബിഈയാണ് ഖുബൈസത്ത് ബിൻ ജാബിർ എന്നവരെ. ഹജ്ജിന് പോയ കഥ പറയുന്നു. ഞങ്ങൾ മക്കയിലേക്ക് ഹജ്ജിന് പുറപ്പെട്ടിരിക്കുകയാണ്, ഞങ്ങൾ ഒരു സംഘം ആളുകൾ. ഖുബൈസത്ത് ബിൻ ജാബിർ എന്നവർ പറയുന്നു, ഞങ്ങളൊരു കൂട്ടം ചെറുപ്പക്കാർ അന്ന് സുബഹി നിസ്കാരം കഴിഞ്ഞാൽ മക്കയിലേക്ക് പോകുന്ന യാത്രയിൽ ഒട്ടകപ്പുറത്ത് താഴെ ഇറങ്ങും. എന്നിട്ട് ഞങ്ങൾ ഇങ്ങനെ നടക്കും, ഒട്ടകവും നടക്കും. ഞങ്ങൾ ഒട്ടകത്തിൻ്റെ മീതെ കയറൂല. രാവിലെ ഒരു വാക്കിംഗ്, ഒരു ജോഗിങ്, ഒരു ചെറിയ എക്സസൈസ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ രാവിലെ നടക്കണമൊക്കെ ഉണ്ട്. ഡോക്ടർ പറഞ്ഞ് പേടിപ്പിച്ചാലേ നടക്കുള്ളൂ എന്ന് മാത്രം അല്ലേ. അപ്പോൾ പിന്നെ റോഡിലും നാട്ടിലും ഗ്രൗണ്ടിലും ഒക്കെ ആൾക്കാരുണ്ട്. പഠിച്ചു പോകട്ടോ എന്ന് പറഞ്ഞാൽ പിന്നെ ഇറങ്ങി നടക്കാനാണ്. ഇല്ലെങ്കിൽ നമ്മൾ നടക്കണമല്ല, ഒന്നുമില്ല. സുബ്ഹാനല്ലാഹ്, ഇന്ന ലിനഫ്സിക അലൈക ഹഖ്ഖ.
ഞാനത് വല്ലാതെ പറയുന്നില്ല. എന്താ വെച്ചാൽ ഞാൻ ചെയ്യാത്തൊരു പണി എനിക്ക് പറ്റുന്നില്ല, സമയം കിട്ടുന്നില്ല. നടക്കണം എന്ന് പറഞ്ഞ സംഗതി നടക്കണില്ല, അതുകൊണ്ട് ഞാനെ പറ്റി പറയുന്നില്ല. പക്ഷേ നടന്നോളി, നല്ലതാണ്. അപ്പോൾ ഖുബൈസത്ത് ബിൻ ജാബിർ എന്നവർ പറയാം, ഞങ്ങൾ സുബഹിസ്കാരം കഴിഞ്ഞാൽ പിന്നെ ഹജ്ജിൻ്റെ യാത്രയിൽ പിന്നെ നടത്താണ്. വേലി ചൂടാകുന്നവരെ ഞങ്ങൾ നടക്കും, ഒട്ടകവും കൂടെ നടക്കും. നുമാഷി വനതഹദ്ദസു, ഞങ്ങൾ നടക്കും, വർത്തമാനങ്ങൾ പറഞ്ഞിങ്ങനെ പോകും. ഒരു സംഘം ആളുകളുണ്ടെങ്കിൽ പോകുമ്പോൾ രസമാണ്, ഇങ്ങനെ വർത്താനം പറഞ്ഞിങ്ങനെ നല്ല കാര്യങ്ങൾ പറഞ്ഞു പോകാമല്ലോ. ഞങ്ങൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഇത് സനഹലനാ ദുബിയുൻ, ഇത് സനഹലനാ ദുബിയുൻ. സനഹ അറബി ഭാഷ ഭയങ്കര രസമാണ്. സനഹ എന്ന് പറഞ്ഞാൽ ഇടതു ഭാഗത്തുനിന്ന് വന്നു എന്നാണ്, ബരിഹ എന്ന് പറഞ്ഞാൽ വലതു ഭാഗത്തുനിന്ന് വന്നു എന്നാണ്. ഇത് സനഹലനാ ദുബിയുൻ, ഞങ്ങൾ പോകുമ്പോൾ ഞങ്ങളുടെ ഇടതു ഭാഗത്ത് നിന്ന് ഒരു മാൻപേട പ്രത്യക്ഷപ്പെട്ടു. ഒരു മാൻ, മരുഭൂമിയിലൂടെ നടക്കുന്നൊരു മാൻ. അപ്പം ഞങ്ങളിൽ ഒരാൾ നല്ല ഉന്നമുള്ള ആളുണ്ട്. ഞങ്ങളാണെങ്കിലോ ഹജ്ജിന് ഇഹ്റാം ചെയ്ത് പോകുന്നവരാണ്, വേട്ടയാടി പിടിക്കാൻ പാടില്ല എന്ന നിയമം അപ്പോൾ അയാൾക്ക് ഓർമ്മയില്ല. അദ്ദേഹമാണെങ്കിലോ ആ മാൻപേടയെ കണ്ടപ്പോൾ കല്ലെടുത്ത് ഒരൊറ്റ ഏറാണ്. ആ മാൻപേടയുടെ ചെവിൻ്റെ ബാക്കിലെ എല്ലിനത് കൊണ്ടു, അതവിടെ തന്നെ വീണു. നല്ല ഉന്നത്തിൽ, നല്ല കൃത്യമായ ടാർഗറ്റിൽ അത് കൊണ്ടു, അതവിടെ ചത്തു വീണു. അപ്പം എല്ലാവരും കൈഫ തസീദു ഫിൽ ഹറം, അവർ ഹറമിൻ്റെ ബൗണ്ടറിയിൽ എത്തിയിട്ടുണ്ട്. ഹറമിൽ വെച്ച് എങ്ങനെയാണ് നീ ഇങ്ങനെയാണ് എഹ്റാമിൻ്റെ അവസ്ഥയിലുള്ള നീ ഹറമിൽ വെച്ചുകൊണ്ട്, ഇത് രണ്ടും തന്നെ പ്രശ്നമാണല്ലോ. ഹജ്ജിൽ പാടില്ലാത്തത്, ഹറമിൽ പാടില്ലാത്തത്, എങ്ങനെ നീ വേട്ടമൃഗത്തെ കൊന്നുകളഞ്ഞു എന്ന് ചോദിച്ചു. ഭയങ്കര വിഷമായി, വേണ്ടില്ലായിരുന്നു എന്നായി. മക്കയിലേക്ക് എത്തുകയാണ്. അവിടെയുണ്ട് അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ഞങ്ങൾ മക്കയിലേക്ക് എത്തിയപ്പോൾ ഫലമ്മ ഖദിമിനൽ മദീന, മഹാനായ ഖബീസത്ത് ബിൻ ജാബിർ എന്നിവർ പറയുന്നു, ഞാനും ആ മാൻപേടെ എറിഞ്ഞ ആളും ഞങ്ങൾ രണ്ടുപേരും അമീറുൽ മുഅ്മിനീൻ ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ മുമ്പിലേക്ക് ചെന്നു. അമീറുൽ മുഅ്മിനീനോട് മസ്അല ചോദിച്ചു. അമീറുൽ മുഅ്മിനീനെ, ഇങ്ങനെ സംഭവിച്ചു, ഞങ്ങളിങ്ങനെ നടക്കുകയാണ് വെറുതെ രസത്തിന്, ഇയാൾ എറിഞ്ഞു, ആ മൃഗം അവിടെ ചത്തു വീണു. വേട്ടമൃഗത്തെ വേട്ടയാടി എന്ന കുറ്റമുണ്ട്, ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? فقص عليه القصة وإلى جنبه رجل كأن وجهه قلب فضة. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ അടുത്താണെങ്കിലോ നല്ല വെള്ളിക്കഷ്ണം പോലെ തിളങ്ങുന്ന ഒരു മഹാമനുഷ്യൻ തൊട്ടടുത്തിരിക്കുന്നുണ്ട്. ആ മനുഷ്യനോട് ഉമർ റളിയല്ലാഹു അൻഹു ഈ വിഷയം മസ്അല ഇങ്ങനെ ചർച്ച ചെയ്യുന്നു. അതാരാന്നറിയോ? ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കൂട്ടുകാരൻ, സ്വർഗത്തിലേക്ക് പോകുമെന്ന് നബി തങ്ങൾ പറഞ്ഞ അശറത്തുൽ മുബശ്ശരീങ്ങളിൽപ്പെട്ട മഹാൻ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു ആണത്. കാന ശദീദൽ ബയാദി മുശ്റബൻ ബിൽ ഹുംറ, ചമപ്പ് കലർന്ന വെളുപ്പ് നിറമുള്ള സുന്ദരനായിരുന്നു മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കൂട്ടുകാരനാണ്, എപ്പോഴും കൂടെ ഉണ്ടാകും. ഈ മസ്അല പറഞ്ഞപ്പോൾ ഉമർ തങ്ങളെ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് എന്നിവരോട് ഇങ്ങനെ വിഷയം ചർച്ച ചെയ്യുകയാണ്. എന്നിട്ട് പറഞ്ഞു, അദ്ദേഹത്തോട് ചോദ്യം ചോദിച്ചു, അഅംദൻ ഖതൽതഹു അം ഖതഅ, ആ മാൻപേടയെ നിങ്ങൾ അബദ്ധത്തിൽ കൊന്നതാണോ മനഃപൂർവ്വം കൊന്നതാണോ? പറഞ്ഞു, തഅമ്മത്തു റംയഹു വമാ തഅമ്മത്തു ഖത്ലഹു, ഞാൻ എറിഞ്ഞത് മനഃപൂർവ്വമാണ്, പക്ഷെ കൊന്നത് മനഃപൂർവ്വമല്ല. കൊല്ലണം എന്ന് വിചാരിച്ച് എറിഞ്ഞതല്ല, രസത്തിന് എറിഞ്ഞതാണ്. പക്ഷെ എറിഞ്ഞത് മനഃപൂർവ്വമാണ്, കൊന്നത് മനഃപൂർവ്വമല്ല. ഉമർ റളിയല്ലാഹു അൻഹു അതിന് മസ്അല പറയുന്നു, മാ അറാക ഇല്ലാ അശ്റക്ത ബൈനൽ അംദി വൽ ഖത, നീ മനഃപൂർവ്വം ചെയ്തു, മറന്നും ചെയ്തു. രണ്ട് കാര്യം ഇവിടെ നടന്നിട്ടുണ്ട്. ഒന്ന്, എറിഞ്ഞത് മനഃപൂർവ്വമാണ്, കൊല്ലപ്പെട്ടത് സഹ്വൻ ഖത്അനാണ്. അതുകൊണ്ട് നീ എന്ത് ചെയ്തോ, ഒരാടിനെ വാങ്ങിച്ചിട്ട് ദാനം ചെയ്യണം, അതിൻ്റെ മാംസം പാവപ്പെട്ട മിസ്കിന്മാർക്ക് കൊടുക്കണം. ആ ആടിൻ്റെ തോലെടുത്ത് വൃത്തിയാക്കി അത് ഉപ്പിട്ടിട്ട് ശുദ്ധിയാക്കി എടുക്കുന്ന ആൾക്ക് കൊടുത്തിട്ട് അതുകൊണ്ട് വെള്ളം സൂക്ഷിക്കുന്നൊരു പാത്രം ഉണ്ടാക്കാൻ വേണ്ടി പറയുക, ആർക്കെങ്കിലും ഉപകാരപ്പെട്ടോട്ടെ, മാംസം പാവപ്പെട്ടവർക്കും കൊടുക്കുക എന്ന് ഉമർ റളിയല്ലാഹുവിൻ്റെ മസ്അല പറഞ്ഞു കൊടുത്തു. ഇനിയാണ് വിഷയം. അപ്പോൾ ഖബീസത്ത് ബിൻ ജാബിർ എന്നവർ ചെറുപ്പക്കാരനാണ്. ഇതിൽ ചെറുപ്പക്കാർക്കുള്ളൊരു മസ്അല ഉമർ തങ്ങളിൻ്റെ അവസാനം പറയുന്നുണ്ട്, അത് ശ്രദ്ധിച്ച് മനസ്സിലാക്കാം. അപ്പോൾ ഖബീസ തങ്ങൾ പറഞ്ഞു, ഇങ്ങോട്ട് വാ. എൻ്റെ ആളോട് ഞാൻ പറഞ്ഞു, അള്ളിം ശആഇറല്ലാഹ്, അള്ളിം ശആഇറല്ലാഹ്,
അള്ളാഹിൻ്റെ ഹറമിൽ ഇഹ്റാമിൻ്റെ അവസ്ഥയിലാണ് നീ ഇപ്പോൾ വേട്ടയാടിയത്. അള്ളാഹുവിൻ്റെ അടയാളങ്ങളെ ബഹുമാനിക്കണ്ടയോ? അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഉമർ തങ്ങൾക്ക് ആ മസല തിരിഞ്ഞിട്ടില്ല എന്ന്. കാരണം ഉമർ തങ്ങൾ അടുത്തുള്ള ആളോട് ചോദിച്ചിട്ടല്ലേ ഈ മസല പറയണത്. എനിക്ക് തോന്നുന്ന ഒരാടിനർത്താലൊന്നും ശരിയാവില്ല, ഇത് ഇതിൻ്റെ ഒട്ടകത്തിനർത്തേക്ക് എന്ന് പറഞ്ഞു. മുപ്പരവക ആടിനർത്താൻ ആ മസല മതി, ആടിനർത്ത് കൊടുത്താൽ മതി. പക്ഷേ ഖബീസത്ത് ബിൻ ജാബിർ എന്തെന്ന് പറഞ്ഞു, നീ നിൻ്റെ ഒട്ടകനർത്തക്ക് എന്ന് പറഞ്ഞു. ഒന്ന് ഉഷാറായിക്കോട്ടെ. മൂപ്പര ഒട്ടകത്തർത്തു. തിരിച്ചു പോകാൻ വാഹനമല്ല, വേറെ വിഷയം. അപ്പോൾ പറഞ്ഞതിൽ പിന്നെ അനാവശ്യമായിട്ട് കൂടുതൽ ചെയ്യേണ്ട കാര്യമില്ല എന്നൊരു മസ്അല ഫുഖഹാ ഈ വിഷയം ഉദ്ധരിച്ചുകൊണ്ട് പറയാറുണ്ട്. ഉമർ തങ്ങളുടെ ചെവിയിൽ ഈ വിഷയത്തിൽ ഞാൻ പറഞ്ഞെന്താ, ഉമർ എന്നവർക്ക് തിരിഞ്ഞിട്ടില്ല എന്ന് തോന്നുന്നു. അടുത്ത ആളോട് ചോദിച്ചിട്ടായി പറയണത്. അടുത്തുള്ള ആൾ സ്വർഗത്തിലേക്ക് പോകുന്ന അശറത്തുൽ മുബശ്ശരീങ്ങളിലെ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് തങ്ങളാണെന്ന് ഈ ചെറുപ്പക്കാരൻ അറിയില്ല. ഖബീസത്ത് ബിൻ ജാബിർ എന്ന് പറയുന്ന ഈ ചെറുപ്പക്കാരൻ അറിയില്ല. രണ്ടുപേരും സ്വഹാബികളാണ്. മഹാൻ പറയാണ്, യഹ്കുമു ബിഹി ദവാ അദ്ലിൻ മിൻകും, നിങ്ങളിലെ 2 സത്യസന്ധരായ ആളുകൾ വിധി പറയണം എന്ന സൂറത്തുൽ മാഇദയിലെ ആയത്ത് അപ്പൻ്റെ തലയിലില്ല. ഒരു വിഷയം പറയുമ്പോൾ 2 ആൾ ചേർന്ന് അതിൻ്റെ മസ്അല പറയുന്നത് ഖൈറാണ്. അതെനിക്ക് ഓർമ്മയില്ലായിരുന്നു. ഞാനിവനെ ഇങ്ങനെ അങ്ങ് പുളിച്ചുമ കയറ്റെന്നൊക്കെ പറയില്ലേ, ഈ ആടൊന്നും കൊടുത്താൽ പോലെ ഈ ഒട്ടകം തന്നെ അർത്ഥക്കെന്ന് പറഞ്ഞാൽ ആ സാധു പോയി ഒട്ടകത്തെ അർത്ഥർത്തു. ഇത് ഉമർ തങ്ങളുടെ ചെവിയിലെത്തി. ഇവരിങ്ങനെ ഹജ്ജിന് ഇഹ്റാം കെട്ടി ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഉമർ തങ്ങളുണ്ട് ബാക്കിൽ നിന്ന് ചാട്ടവാറ് കൊണ്ട് ഒരൊറ്റ അടിവനെ. അമീറുൽ മുഅ്മിനീൻ എന്തിനാ അടിച്ചത്? നിന്നോട് ഞാൻ ഒരു ആടിനറക്കാൻ വേണ്ടി പറഞ്ഞിട്ട് കണ്ടവൻ്റെ വർത്താനം കേട്ട് നീ ഒട്ടകത്തറുത്തല്ലടാന്ന് ചോദിച്ചു. അമീറുൽ മുഅ്മിനീൻ ഇന്നെ തല്ലരുത് ഇവൻ എന്നോട് പറഞ്ഞത്. അങ്ങനെ ഖബീസത്ത് ബിൻ ജാബിർ എന്നവരുടെ മുമ്പിലേക്ക് ഉമർ റളിയല്ലാഹു അൻഹു ചാട്ടവാറ് കൊണ്ട് വന്നപ്പോൾ, യാ അമീറുൽ മുഅ്മിനീൻ ലാ ഉഹല്ലിലു ലക്കൽ യൗമ ശൈഅൻ കാന മുഹറമൻ അലൈക, നിങ്ങൾക്ക് ഹറാമായിരുന്ന ഒന്നും ഞാനിപ്പോൾ നിങ്ങൾക്ക് ഹലാലാന്ന് പറയൂല എന്ന് പറഞ്ഞാൽ എന്നെ വെറുതെ അടിക്കാൻ പാടില്ല. അതപ്പോൾ ഉദ്ദേശിച്ചത്, എന്നെ വെറുതെ അടിക്കരുത്, അത് ഹറാം തന്നെയാണ്, വെറുതെ ഹലാലാക്കി തരൂല, എന്നെ അടിക്കരുത്. തങ്ങൾ നിന്നു. തങ്ങൾ ഭയങ്കര കാന വഖാഫൻ ഇൻദ കിതാബില്ല, അള്ളാഹിൻ്റെ റസൂൽ അള്ളാഹ് പറഞ്ഞു റസൂലുള്ളാഹി പറഞ്ഞു എന്ന് പറഞ്ഞാൽ ഉമർ തങ്ങൾ പിന്നെ ഒന്നും ചെയ്യൂല. അവിടെ ഭയങ്കര പാവമാണ്. കള്ളുകുടിയൻ പണ്ടൊരു മദീനയുടെ അങ്ങ് ദൂരത്ത് ഒരു കോമ്പൗണ്ട് ഉണ്ടാക്കിയിട്ട്, ഇപ്പൊക്കെ പണ്ട് മസ്റഅ എന്നൊക്കെ പറയും, അങ്ങനെ ഒരു ഫാം ഹൗസിൽ ഒരു ചെറുപ്പക്കാരൻ ഒരു പെണ്ണിനെയും കൊണ്ടുപോയി ഇരുത്തിയിട്ട് കുറേ കള്ളും കുപ്പിയും വെച്ചിട്ട് രാത്രി പാട്ട് പാടുന്നൊരു രംഗമുണ്ട്. അങ്ങനെ ഉമർ റളിയല്ലാഹു അൻഹു കാന യഅസ്സുൽ ലൈല, രാത്രിയിലെ നൈറ്റ് പട്രോളിങ്, രാത്രി ഇങ്ങനെ കറങ്ങുക. അപ്പോൾ പോലീസുകാരൊക്കെ ചെയ്യും, നിസാം പട്രോൾ എന്നാണ് വേണ്ടിയില്ല, പട്രോളിംഗ് എന്ന് പറഞ്ഞാൽ അതാണ് ഈ കറങ്ങുക എന്നാണ്. നൈറ്റ് പട്രോളിംഗ് ഉണ്ട്, പോലീസുകാർക്ക് നൈറ്റ് പട്രോളിംഗ് ഉണ്ടാവും. ഇത് തുടങ്ങി വെച്ച ആളാണ് ഉമർ റളിയല്ലാഹു അൻഹു. ആ പട്രോളിംഗ്, പെട്രോളല്ല പട്രോൾ, PA. ഉമർ തങ്ങൾ ഇങ്ങനെ കറങ്ങുന്ന നേരത്ത് ഇങ്ങനെ പാട്ട് കേൾക്കുന്നുണ്ട്. ഉമർ തങ്ങൾ രാത്രി ഉറങ്ങാറില്ല. അപ്പോൾ കൂടെ ഇതേ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് എന്നവർ കൂടെ ഉണ്ട്. പറഞ്ഞു, അബ്ദുറഹ്മാൻ ബിൻ ഔഫേ, എന്തോ നല്ല പാട്ട് കച്ചേരി നടക്കുന്നുണ്ടല്ലോ, ഞാൻ ചെന്ന് നോക്കട്ടെ, നിങ്ങളോട് നിൽക്കിയെന്ന് പറഞ്ഞു. ഉമർ തങ്ങൾ ചെന്ന് നോക്കുമ്പോൾ ഗേറ്റ് പൂട്ടിയിട്ടുണ്ട്, 4 ഭാഗത്തും ചുമരാണ്. ഒരുത്തൻ കിടന്ന് എന്തോ പാട്ട് പാടുക. അപ്പോൾ കുടിച്ചിട്ടായി